നമ്മളൊക്കെ ചെറിയ പ്രായം മുതലേ യാസീൻ ഓതി പഠിച്ചിട്ടുള്ള ആളുകളല്ല. കുട്ടിക്കാലം മുതലേ അതിനെ ഹിഫ്ള് ചെയ്യാൻ നമ്മളതിനെ മുബീനാക്കി തിരിച്ചിട്ടാണ് നമ്മളൊക്കെ പഠിക്കുക. ഒന്നാമത്തെ മുബീൻ, രണ്ടാമത്തെ മുബീൻ, അല്ലെ? അതിലെ രണ്ടാമത്തെ മുബീന് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്രാമവാസികളിലേക്ക് പ്രബോധനത്തിന് വേണ്ടി രണ്ട് പ്രവാചകന്മാരെ പറഞ്ഞേക്കാണ്. വദരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയതി ഇദ ജാഅഹൽ മുർസലൂൻ. അല്ലാഹുവിന്റെ രണ്ട് പ്രവാചകന്മാരെയാണ് ഒരു സമൂഹത്തിലേക്ക്, ഒരു ഗ്രാമത്തിലേക്ക് അല്ലാഹു പ്രബോധനത്തിനായി പറഞ്ഞേക്കുന്നത്. അല്ലാഹു തആല നേരിട്ട് നിയോഗിച്ച പ്രവാചകന്മാരായിട്ട് പോലും ഫകദബൂഹുമാ, രണ്ട് നബിമാരെയും അവർ കളവാക്കാണ്. ഫഅസ്സസ്നാ ബിസാലിസിൻ, മൂന്നാമതൊരു പ്രവാചകനെ കൊണ്ട് അവർക്ക് അല്ലാഹു പ്രതാപം നൽകുന്നുണ്ട്, ശക്തി നൽകുന്നുണ്ട്. പക്ഷെ ആ നബിമാരെ, മൂന്ന് നബിമാരെയും ആ ജനത സ്വീകരിച്ച സമീപനം എങ്ങനെയെന്നറിയോ? അവര് പറഞ്ഞു നിങ്ങളൊരു ദുശ്ശകുനമാണ് എന്നൊരു വാക്കാണ്. നബിമാര് തിരിച്ചു പറഞ്ഞു ഖാലു ത്വാഇറുക്കും മഅക്കും, നിങ്ങൾ പറയുന്ന ദുശ്ശകുനം നിങ്ങളുടെ കൂടെ തന്നെയാണ്. അവസാനം അവരൊരു ശാരീരികമായ അറ്റാക്കിന്റെ ഭീഷണികൾ കൊണ്ടുവന്നു. അവര് പറഞ്ഞു ലഇല്ലം തൻതഹീദ്, ഇവിടെ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ലനർജുമന്നക്കും, നിങ്ങളെ ഞങ്ങൾ കല്ലെടുത്തെറിയുക തന്നെ ചെയ്യും. വലയമസ്സന്നക്കും മിന്ന അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ നിങ്ങളെ ഞങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് ആരെയാ ഭീഷണിപ്പെടുത്തുന്നത്? നബിമാരെയാണ്. അവര് നബിമാരെ കല്ലെറിയെന്ന് പറഞ്ഞു, അവർ നബിമാരെ വേദനിപ്പിക്കുന്നു പറഞ്ഞു. പക്ഷെ നബിമാർ തിരിച്ചൊരു കടലമണി പോലും അങ്ങോട്ട് തിരിച്ചെറിയുന്നു പറഞ്ഞില്ല. നിങ്ങൾ നോക്ക്, അവസാനം ഈ വാഗ്വാദങ്ങളും ഈ തർക്കങ്ങളൊക്കെ നടക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ തുടർന്ന് പറയാൻ وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. ആ മദീനയുടെ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നൊരു മനുഷ്യൻ ഇങ്ങനെ ഓടി വരികയാണ്. ആ മനുഷ്യൻ പറയുന്നുണ്ട് ഇത്തബിഉൽ മുർസലീൻ, ഈ ദൈവദൂതന്മാരെ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ നിങ്ങൾ പിന്തുടരണേ. ആ നബിമാർക്കൊരു ക്വാളിറ്റി ഉണ്ട്, ഒരു കൂലിയും അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല, ഒരു വേതനവും അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. ആ ഒരു പ്രബോധനത്തിന്റെ പ്രവാചകന്മാരുടെ രീതി തന്നെയാണ്. ഏതെങ്കിലും രൂപത്തിലൂടെയുള്ള ഒരു ലാഭവിഹിതങ്ങളെ സ്വരൂപിക്കാനല്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീൻ പറയാനാണ്. അതിലുപരി പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചെന്നൊരു ഉത്തരവാദിത്വമുണ്ട്, ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ. അതിലുപരി നമ്മളൊക്കെ എത്തിപ്പെടുന്ന ഖബർ എന്ന് പറയുന്ന നമ്മളുടെ ബർസഖി ജീവിതം മുതൽ ഒറ്റപ്പെടുന്ന ലോകത്ത്, അവിടെ നമ്മളെ രക്ഷപ്പെടുത്താൻ അല്ലാഹുവിന്റെ പ്രമാണങ്ങളുടെ വഴിയല്ലാതെ മറ്റാരുമില്ല. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ പലരും ഉണ്ടാവും. ഞാൻ പലപ്പോഴും ഓർത്തു പോകുന്നുണ്ട്, ഈ തൊടുപുഴയുടെ ഉടുമ്പന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന്റെ അവസാന സമയത്ത് കൃത്യ ടൈം പറഞ്ഞ 9:52 പ്രസംഗം വൈൻഡപ്പ് ചെയ്യാൻ ക്രിക്കറ്റ് കളിച്ച് വന്നിരുന്ന ഒരു ടീമിലെ ആ നാട്ടുകാരെ മുഴുവൻ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കെ കളി കഴിഞ്ഞ് വന്നിരുന്ന ഒരു പയ്യൻ ക്രിക്കറ്റ് ബാറ്റും കൊണ്ട് ഓടി സ്റ്റേജ് മൊക്കെ ഇങ്ങോട്ട് കയറി വന്നു. ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, ഒരിക്കൽ ബോംബെയിലെ ഛത്രപതി ശിവാജി എയർപോർട്ടിൽ നിന്ന് പുറത്തു വരുമ്പോ ആ പയ്യൻ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അന്നൊരു വിവരക്കേടിന്റെ പുറത്ത് കയറിയതാണ്, പിന്നീടാണ് എനിക്ക് അല്ലാഹു ഹിദായത്ത് തന്നത്. അതിൽ പറഞ്ഞതിൽ ഒരു വാചകം എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നിയത്, അന്നിങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ ചെക്കന്മാരുടെ കൂടെ ഇങ്ങനെ വന്നപ്പോ എല്ലാരും കൂടെ പിരികേറ്റിയപ്പോ അവൻ പറഞ്ഞ ഭാഷ അതാണ്, ഞാൻ അങ്ങനെ അങ്ങോട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞ ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോ പലതും തോന്നും. പക്ഷെ നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ജീവിതത്തിൽ പരിപൂർണമായി ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, പ്രിയപ്പെട്ടവരുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുമ്പോ പൊന്നുമക്കളാണ് ചുണ്ടിലേക്ക് വെള്ളം തൊട്ട് തരുന്നതെങ്കിൽ അവരാരും അറിയാതെ നമ്മൾ മാത്രം കാണുന്ന അല്ലാഹുവിന്റെ മലായിക്കത്തുകളെ 50-ാമത്തെയും സൂറത്ത് ഖാഫിൽ അല്ലാഹു പറഞ്ഞ പോലെ കണ്ണിന്റെ മറ പോലും അല്ലാഹു നീക്കിക്കളയുമ്പോ കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ വദന്ന അന്നഹു الفراق والتفت الساق بالساق إلى ربك يومئذ المساق
കല്ലാ വേണ്ടടോ, ഇതാ ബലഅതി തറാഖിയ റൂഹുവെന്ന തൊണ്ടക്കൊടിയിലൂടെ കുരുങ്ങുമ്പോ ഈ ലോകത്തോട് വിട പറയുന്ന രംഗമാണ്. എല്ലാം തിരശീല വീണ് അവസാനിക്കുന്ന രംഗമാണ്. റൂഹുവെന്ന തൊണ്ടക്കൊടിയിലൂടെ കുരുങ്ങുമ്പോ ഇനി എങ്ങനെയെങ്കിലും ആ ജീവനൊന്ന് പിടിച്ചു നിർത്താൻ ആരുടെയെങ്കിലും സഹായം കിട്ടുമോ എന്നറിയുന്ന ഇനി വൈദ്യം നടത്താൻ ആരെങ്കിലും ഉണ്ടോ? ചികിത്സ നടത്താൻ ആരെങ്കിലും ഉണ്ടോ? അറ്റകൈ പ്രയോഗിക്കാൻ ഒരാളുടെ സഹായം കിട്ടുമോ എന്നറിയാൻ ഇല്ല. അവിടെ ബോധ്യം വരുന്നുണ്ട്, വേർപാടിന്റെ സമയമാണ്. അവരുടെ വേർപാടിന്റെ സമയമാണെന്ന് അവർ മനസ്സിലാക്കുമ്പോ, ലോകത്തോട് വിട പറയുകയാണെന്ന് സത്യം ഉൾക്കൊള്ളുമ്പോ വേദന സഹിക്കാൻ വയ്യ. ഏതോ ഒരു പ്രത്യേകമായ ദിശയിലേക്ക് കണ്ണുനട്ട് കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് പോലും സ്വന്തം കരങ്ങളെ കൊണ്ട് തുടക്കാൻ കഴിയാതെ നിസ്സഹായനായി കാത്തു കെട്ടിക്കിടക്കുമ്പോ അവരുടെ കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുകയാണ്. ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്, നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്നെ നയിക്കപ്പെടുന്നത് എന്ന്, അല്ലാഹുവിലേക്കാണ് നീ മടക്കപ്പെടുന്നത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആ മരണത്തിന്റെ വേദന അനുഭവിക്കുമ്പോ കരയണ്ട വാപ്പാ, ഞാനില്ല കൂടെ എന്ന് പറയാൻ ഒരാളെ പോലും ലഭ്യമാവാത്ത നിമിഷമാണെങ്കിൽ, ഒറ്റക്കാട് അനുഭവിക്കുന്നത് എന്ന സാഹചര്യമുണ്ടെങ്കിൽ, ഇനി വീട്ടിൽ നിന്ന് മയ്യത്തിറക്കുന്ന രംഗമില്ലയോ? പ്രിയപ്പെട്ടവളെ കരയുന്നുണ്ട്, എനിക്കിനി ആരാ, എനിക്കിനി ആരാ? എന്റെ പെങ്ങളെ, നിനക്ക് നിന്റെ ബാപ്പയുണ്ട്, സഹോദരന്മാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ടെങ്കിൽ ആ പോകുന്ന മനുഷ്യനി ആരാ? നടന്നു നീങ്ങുന്ന ജനസഞ്ചയത്തില് അങ്ങേ തലക്കലാടി ഉലയുന്ന മയ്യത്ത് കട്ടില് എന്റെ മയ്യത്താണെങ്കിലോ അല്ലാ, എന്റെ മയ്യത്താണെങ്കിലോ റബ്ബേ, അവിടെയും ഒറ്റപ്പെടുന്ന സാഹചര്യമാണെങ്കിൽ കളവ് പറയാത്ത ലോകത്തിന്റെ മുത്ത് പറയാറ് പുരുഷന്മാരവരുടെ ഷോൾഡറിലേക്ക് മയ്യത്തെടുത്ത് വെക്കുമ്പോ ഇതാ കാനത്ത് സ്വാലിഹായ മയ്യത്താണെങ്കിൽ പറയുന്നുണ്ട്, കത്തിമോനി എന്നെ നിങ്ങൾ വേഗത്തിലൂടെ കൊണ്ടുപോകണേ. അത് സ്വാലിഹായ മയ്യത്തല്ലെങ്കിൽ, നരകാവകാശിയായ മയ്യത്താണെങ്കിൽ അതിങ്ങനെ വിലപിക്കുന്നുണ്ട്. യാ വൈലഹാ അയ്ന തദ്ഹബൂന ബിഹാ, ഇതിന്റെ നാശമേ, ഇതിന്റെ നാശമേ, എങ്ങോട്ടാ നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് വിലപിക്കുമ്പോ വാപ്പാന്റെ മയ്യത്ത് ഷോൾഡറിലേറ്റിയ പൊന്നുമക്കളുണ്ടോ? വാപ്പാന്റെ നിലവിൽ കേൾക്കാൻ സാധ്യമല്ല, ഞാനില്ല കൂടെ എന്ന് സമാധാനിപ്പിക്കാൻ സാധ്യമല്ല. കൊണ്ടുപോയി ഖബറിലൂടെ ഇറക്കി വെച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലോ, ഖബറ് വല്ലാതെ ഇടുക്കി കളയുമെന്ന്, ഒരാള് പോലും അതിൽ നിന്ന് രക്ഷപ്പെടൂല. ഒരു കുട്ടി പോലും അതിൽ നിന്ന് രക്ഷപ്പെടില്ല. എന്തിനേറോ അല്ലാഹുവിന്റെ ഹബീബ് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു വ്യക്തിത്വമില്ലയോ? ആരെങ്കിലും ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു എന്നാണ്. ആരാണ് സഅദ് ഇബ്നു മുആദ് എന്നറിയുമോ നിങ്ങൾക്ക്? ബദറിലും ഉഹുദിലും ഖന്ദഖ് യുദ്ധത്തിലും പങ്കെടുത്ത മഹാരഥനാണ്. ഖന്ദഖ് യുദ്ധത്തിൽ ഇബ്നു അറഖ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത അമ്പാണ് അതിന്റെ മുറിവാണ് തന്റെ മരണത്തിനുള്ള കാരണമായത് എന്നുണ്ടെങ്കിൽ, ബനു അശ്വൽ ഗോത്രത്തെ മുഴുവനായി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന സഹാബിയാണ്. അദ്ദേഹം വിട പറയുമ്പോ ലോകത്തിന്റെ മുത്ത് പറയാണ്, അല്ലാഹുവിന്റെ അർശ് പോലും കിടുങ്ങിപ്പോയിട്ടുണ്ടെന്നാണ്. റഹ്മത്തിന്റെ മലക്കുകള് സഫായി കാത്തു നിന്നത് സഅദ് ഇബ്നു മുആദിന്റെ റൂഹിനെ കൊണ്ടുപോകാനാണെങ്കിൽ
അങ്ങനെയുള്ള സഅദ് ഇബ്നു മുആദിന്റെ ജനാസ ഖബറിലൂടെ ഇറക്കി വെക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഖബർ വല്ലാതെ ഇടുക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സഅദ് ഇബ്നു മുആദ് പോലും അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ പറയാൻ പറ്റോ? ഇന്നലെ വരെ വീടിന്റെ മുറ്റത്തോട് നടന്ന് കളിച്ചിരുന്ന 3 4 വയസ്സായ പിഞ്ചോമന മക്കളുടെ മയ്യത്ത് ഇറക്കി വെക്കുമ്പോ ഇടുക്കല്ലേ ഖബറേ എന്ന് പറയാൻ സാധ്യമല്ല, അതറിയാനും സാധ്യമല്ല. പൊന്നുമ്മാന്റെ മയ്യത്ത് ഇറക്കി വെക്കുമ്പോ എന്റെ ഉമ്മാന്റെ മയ്യത്താ, ഇടുക്കല്ലേ ഖബറേ എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ ആ ഒറ്റപ്പെടുന്ന നാളിൽ രക്ഷപ്പെടണോ? അള്ളാന്റെ പ്രമാണങ്ങളുടെ പാർശ്വമല്ലാതെ മറ്റൊരു മാർഗമില്ല. ഒരാളും വരൂല്ല. നമ്മളൊക്കെ ദുനിയാവിൽ വിചാരിക്കാൻ എന്റെ കൂടെ കുറെ ആൾക്കാരുണ്ടല്ലോ, കൂടെ നടക്കാനും ചങ്ങാത്തം കൂടാനും. നമ്മൾ പറഞ്ഞു വന്ന വിഷയം ജീവിതത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെടുന്നു എന്ന് പറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്ന നാട്ടിൽ കുറെ ആൾക്കാരൊക്കെ ഇല്ലേ എന്നാണ്. നിങ്ങൾക്കറിയോ, നമ്മുടെ മരണം നടന്നാലേ ആ മയ്യത്തിന്റെ മുഖത്ത് നിന്ന് ഇങ്ങനെ തുണി നീക്കി കാണിച്ചു കൊടുക്കുന്ന ആള് അവസാനം ചോദിക്കും, ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ് ഇനി എടുക്കല്ലേ, പോയിട്ട് വേറെ പണിയുണ്ട്, എല്ലാവരും തിരക്കില്ല. നമുക്ക് തോന്നില്ല. ഒരാളുടെയും ഭാര്യ പോലും പറയില്ല, മനുഷ്യൻ കഷ്ടപ്പെട്ട് പണിത് വീടല്ലേ, 2 ആഴ്ച കൂടെ വീട്ടിൽ കിടന്നോട്ടെ. നേരത്തോട് നേരമെത്തിയിട്ട് പോലും ആരും മറവ് ചെയ്യാൻ വരണില്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കും. അത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ. ഖബർസ്ഥാനിലേക്ക് ആളുകളൊക്കെ വന്നാൽ മയ്യത്ത് മറവ് ചെയ്ത് തസ്ബീത്തിന് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യുമ്പോ കണ്ണുകൾ ഇങ്ങനെ വട്ടിടും. നിർത്തണുണ്ടോന്നറിയാൻ, നിർത്തിയ പോയിരുന്നു തിരക്കാൻ. അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ദുനിയാവിൽ ഒന്നുമല്ല, നമ്മുടെ പേരിന് പോലും ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് സത്യമല്ലേ? ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് രാവിലെ വേറൊരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയത്, എൻ്റെ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടുള്ള യാത്രയിലേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എൻ്റെ ഫോണിലേക്ക് ബന്ധപ്പെടുന്ന എൻ്റെ കുടുംബം, എൻ്റെ ഫോണിൽ എന്നെ ലഭ്യമായില്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ വിളിക്കും. വിളിച്ചാൽ ചോദിക്കണ ഒരു ചോദ്യം, ഷാഫി എവിടെയാണ് എന്നാ ചോദിക്കാൻ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഈ യാത്രക്കിടയിൽ എങ്ങാനും അള്ളാഹു എനിക്കൊരു മരണം തന്നാൽ എന്റെ പേരെന്ന ലേബിൾ പോലും മാറിപ്പോയില്ലേ? പിന്നെ ചോദിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുക, മയ്യത്ത് എവിടെയാണ്, ഏത് ഹോസ്പിറ്റലിലാണ്, എപ്പോഴാ വരാൻ? പറന്നു വീണ നാട് മുതൽ വാപ്പാന്നല്ലാതെ വിളിച്ചിട്ടില്ലാത്ത മോന് പോലും വാപ്പാനെ കുളിപ്പിക്കല്ലേ എന്നല്ല പറയാ, മയ്യത്ത് കുളിപ്പിക്കല്ലേ. പിന്നെ എന്തിന്റെ പേരിലാണ് നമുക്ക് അഹങ്കരിക്കാനുള്ളത്? എന്തിന്റെ പേരിലാണ്? നമ്മുടെ ഒക്കെ വീടിന്റെ ആധാരത്തിന്റെ താഴെ ഒരു അടിയാധാരമുണ്ട്. അതാരാന്നറിയോ? ഇതിനു മുമ്പ് എന്റെ എന്ന് പറഞ്ഞിരുന്നൊരു മനുഷ്യനാണ്. നാളെ നമ്മളും ആ അടിയാധാരത്തിലേക്ക് നീങ്ങേണ്ടവർ തന്നെയാണ്. ഖബറിലേക്ക് ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയണില്ല. ഒരുപക്ഷെ നമ്മുടെ വാപ്പാന്റെ പേരും വല്യപ്പാന്റെ പേരും നമുക്കറിയാം. അതിന്റെ അപ്പുറത്ത് വല്യപ്പാന്റെ വാപ്പാന്റെ പേരെന്താ ചോദിച്ചാൽ നമുക്കറിയില്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ, വരും കാലത്തിൽ നമ്മളും ഈ ലോകത്ത് നിന്ന് മറക്കപ്പെടേണ്ടുന്നവർ തന്നെയാണ്. അത്രയേ ഉള്ളൂ. പക്ഷേ എന്നും ജീവിക്കുന്ന ഒരു ലോകമുണ്ട്, അഡ്രസ്സുകൾ നഷ്ടമാവാത്തൊരു ലോകമുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയാവണം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ. അതിന് പ്രിയമുള്ളവരെ, ഒരേ ഒരു മാർഗം വിശുദ്ധ ഖുർആനിന്റെ ഹദീസിന്റെ ആ ഒരു മാർഗം മാത്രമാണ്. പക്ഷെ പലപ്പോഴും അതിനെ നമ്മൾ അവഗണിക്കുന്നവരായി മാറാൻ. ഖുർആനിലെ 25-ാമത്തെയും സൂറത്ത് ഫുർഖാനിലെ 30-ാമത്തെ ആയത്തിൽ ഞാൻ പലപ്പോഴും ഈ സംസാരം കേട്ട് കഴിയുമ്പോ ഒരുപക്ഷെ പലരും പറയും, പറഞ്ഞതൊക്കെ കാര്യല്ലേ, പിന്നെ ഇവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞാൽ അങ്ങാടിയിൽ ഒരു ചർച്ച, അത് വഹാബിയുടെ മുജാഹിദീർ പറഞ്ഞ അർത്ഥമല്ലേ എന്ന് പറയും. അതിനാണ് ആയത്ത് നമ്പർ കൊടുത്തിരിക്കുന്നത്. ഞങ്ങളൊക്കെ അറിവിൽ വളരെ കുറവുള്ള ആളുകളാണ്. പക്ഷേ ഞങ്ങളുടെ അറിവ് കാണിക്കാനോ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്കത് എഴുതി വെക്കാം. മിനിമം ആൻഡ്രോയിഡ് ഫോണെങ്കിലും കയ്യിലില്ലാത്ത ആരോട് ഉണ്ടാവില്ലല്ലോ. ആയത്തുകളെ നോട്ട് ചെയ്യാം. ഇതിന്റെ അർത്ഥം ഇങ്ങനെ തന്നെയാണോ? സ്വീകാര്യന്മാരായ ഉസ്താദുമാരോട് നമുക്കത് ചോദിക്കാം. അതിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഞങ്ങളൊക്കെ പള്ളി ദർസുകളിലൊക്കെ പഠിച്ച ആളുകൾ തന്നെയാണ്. നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് അതിന്റെ സംശയങ്ങൾ ഉസ്താദുമാരുടെ അടുത്ത് ചോദിക്കുമ്പോ ഇന്ന് ഞാൻ ഉറപ്പിച്ച് ഈ റെക്കോർഡിംഗ് ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയാൻ, ഞാൻ മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട ഉസ്താദും ഈ സലഫി മാർഗത്തിൽ അദ്ദേഹം കടന്നു വന്നു. ഒരുപക്ഷെ
എന്നോടുള്ള വിഷയങ്ങളൊക്കെ അദ്ദേഹം ക്ലാരിറ്റി തന്ന് അവസാനം അദ്ദേഹവും അൽഹംദുലില്ലാഹ് ഈ ഒരു തൗഹീദിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്. അറിവുള്ളവരും ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് പഠിക്കുമ്പോ അറിയുമ്പോ നമുക്കത് ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞത് ഈ ഉദ്ധരിക്കുന്ന ആയത്തിന് മുജാഹിദുകൾ കൊടുത്ത അർത്ഥം വേണ്ട, സമസ്ത പരിഭാഷയിൽ അങ്ങനെ തന്നെയാണോ അർത്ഥം കൊടുത്തത്? ഉസ്താദുമാരോട് ചോദിക്കുക, അതിന് വല്ല അപാകതയും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കണം. ഞാനത് ആരെയും മോശപ്പെടുത്താനൊന്നുമില്ല. ഒരുപക്ഷെ നമ്മളൊക്കെ 2002 8ാം ക്ലാസ് സമയത്തൊക്കെ പള്ളിദർസിലെ മജ്മുഅയിലെ അവാമിലെ കിതാബ് ഓതുന്ന സമയത്ത് രണ്ട് ഉസ്താദുമാർക്കിടയിലുള്ള സംസാരം, എന്റെ ഗുരുനാഥനും വേറൊരു ഉസ്താദും തമ്മിലുള്ള സംസാരത്തിൽ ഇന്നമാ വലിയക്കുമുള്ള എന്നുള്ള ആയത്തിന് അവിടുന്ന് വന്ന ഖാസിമി ബിരുദമുള്ള ഉസ്താദ് പറഞ്ഞു അത് ഉമർ മൗലവി കൊടുത്ത അർത്ഥമാണ്, അതിന് ശരി എന്ന് പറഞ്ഞപ്പോ അന്ന് എന്റെ ഉസ്താദ് അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ വഹാബികൾ പറഞ്ഞത് ശരിയെന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞ അവിടെ തെറ്റുപറ്റിയത് നമ്മുടെ പണ്ഡിതന്മാർക്കാണ്. അന്നൊന്നും നമുക്കത് മനസ്സിലായില്ലെങ്കിലും ആ ചിന്തകളൊക്കെ പിന്നീട് എന്തുകൊണ്ട് ഇതിനൊക്കെ വിമർശിക്കുന്നു എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ എത്തി. അതുകൊണ്ട് ആയത്തുകൾ നിങ്ങൾക്ക് പഠിക്കാം, പഠനവിധേയമാക്കാം. എന്റെ ഖബറില് ഞാനേ ഉണ്ടാകൂ എന്ന ബോധ്യത്തോടുകൂടെ അതിനെ പഠനവിധേയമാക്കണമെന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ അന്ന് പറയാൻ എവിടെയാണ് ഉമ്മത്തിന് പരാജയമുണ്ടായത്? നാളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ഈയാമ്പാറ്റകളെ പോലെ നരകത്തിൽ വന്ന് വീഴുന്നത് കാണുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവോട് പറയുന്ന ഒരു പരാതിയുണ്ട്. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, ഉമ്മത്ത് ഖുർആനിനെ അവഗണിച്ചു പോയി. അല്ലാഹ്, ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞവനാണ് റബ്ബേ. ആ ഖുർആൻ നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ആത്മാർത്ഥമായി മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കണം. വിശുദ്ധ ഖുർആൻ ഇന്ന് വരെ ഫാത്തിഹ മുതൽ നാസ് വരെ ഒരാവർത്തിയെങ്കിലും ആശയസഹിതം നമ്മൾ അതിനെ പഠിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എത്ര ആ ഖുർആൻ നമ്മൾ ഹിഫ്ള് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഖുർആനിൽ പലപ്പോഴും ഖുർആന്റെ ആയത്തിന്റെ പേര് പറഞ്ഞ 6666 പണ്ഡിതന്മാരുൾപ്പെടെ പല വസ്തുക്കളും നമ്മളെ ലേലം ചെയ്ത് പിടിപ്പിച്ചപ്പോ അത് 6666 തന്നെയാണോ? അതല്ല ഇസ്ലാമിന്റെ ശത്രുക്കൾ അത് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതാണോ? നമ്മൾ അതിനെപ്പറ്റി നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ആ ഖുർആൻ അല്ലാഹു തആല തന്ന വഴികളെ പറ്റി പറയുമ്പോ അത് കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാം വിശ്വസ്തനാണ്, അതിലുപരി സ്വീകാര്യനായ വ്യക്തിത്വമാണ്. അത് ഓതിക്കൊടുത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന പ്രവാചകൻ വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ, അദൃശ്യകാര്യങ്ങളിൽ പിശുക്ക് കാണിക്കാത്ത ഒരു പ്രവാചകനാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലേക്ക് അത് തന്നിട്ട് ഫഅൈന തദ്ഹബൂൻ, എവിടേക്കാ നിങ്ങളുടെ പോക്കെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്ന ഹൃദ്യമായ ഒരു ചോദ്യമല്ലേ? നമ്മൾ ഇന്ന് വരെ ആ ഖുർആൻ പഠിക്കാൻ നമ്മൾ ഖുർആനെ കണ്ടത് എങ്ങനെയാണ്? ഞാൻ ആരെയും മോശക്കാരാക്കാനില്ല. ഖുർആനിനോട് നമ്മളുടെ കടമ നമ്മൾ മനസ്സിലാക്കിയത് ഖുർആൻ ഒരു കുപ്പിയിലാക്കി വീടിന്റെ 4 മൂലക്ക് കുഴിച്ചിട്ടാൽ ഖുർആനോടുള്ള നമ്മുടെ ബാധ്യത വീടിയെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ഒരു ഉസ്താദിനെ കൊണ്ടുവന്ന് ഖത്മുൽ ഖുർആൻ നടത്തി അതിന്റെ ചീരണി കൊടുത്ത് ഉസ്താദിന് തൃപ്തിപ്പെടുന്ന എന്തെങ്കിലും ഒരു ഹദിയ കൊടുത്താൽ ഖുർആനോട് ബാധ്യത വീടിയെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ ഖുർആനിന്റെ വഴിത്താരയെ സ്വീകരിക്കാൻ ഹുദല്ലിൽ മുത്തഖീൻ, ഇത് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്കുള്ള മാർഗദർശനമാണ്. ഹാദാ ബലാഉൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള സന്ദേശമാണ്. ഖദ ജാഅതുകും ബസായിറും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് കണ്ണു തുറപ്പിക്കാനുള്ള ഗ്രന്ഥമാണ്. ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ഗ്രന്ഥമാണ്. ഖുർആനിന്റെ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ആയത്ത്, 16-ാം അധ്യായം സൂറത്തുൻ നഹ്ൽ, 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിന്റെ 1-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വ്യക്തമായി വിശുദ്ധ ഖുർആനെ നമ്മളിലേക്ക് തന്നിട്ട് അതിന്റെ മാർഗത്തിലൂടെയാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കാൻ. പ്രിയമുള്ളവരെ, ആ ഒരു മാർഗത്തിലൂടെ അല്ലാഹുവിനെ നമ്മൾ തിരിച്ചറിയണം, അല്ലാഹുവിന്റെ മഹത്വങ്ങളെ തിരിച്ചറിയണം. ആരാധനകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കേ, ആ ദീനിന്റെ മാർഗത്തിലൂടെ സ്വീകരിക്കുന്നതിൽ നിന്ന് എവിടെയോ ഒരു അപജയങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ജീവിതങ്ങളിലൂടെ കടന്നു വന്നു. അതുകൊണ്ട് എന്തുണ്ടായിന്നറിയോ?
നമ്മൾ ആരെ ആരാധിക്കണമെന്ന് പറഞ്ഞ റബ്ബ്, ഞാൻ അതിന്റെ ഒരു ബേസിക് തിയറി എന്നുള്ള രൂപത്തിൽ നിങ്ങളോട് പറയാം. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെയും സൂറത്ത് ബഖറ 21-22 ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, ആരെ നിങ്ങൾ ആരാധിക്കണമെന്നൊരു വാക്ക്. അത് മാത്രം നമ്മൾ ഹൃദയത്തിൽ കൊത്തിയെടുത്ത് നോക്കി. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മാനവകുലമേ, മനുഷ്യരെ, ആരാണോ നിങ്ങളെ പഠിച്ചത്, ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചത്, ആരാണ് നിങ്ങളുടെ സൃഷ്ടാവെങ്കിൽ ആ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നാണ്. നമ്മുടെ എന്ത് വാദഗതി പറഞ്ഞാലും നമ്മുടെ ഇനി മടവൂര് പടച്ചവനാണെന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളു പറയും ഞങ്ങളുടെ പടച്ചവൻ ആരെന്നെയാണ്, അല്ലയ. അത് ഫിത്രത്ത് ആവശ്യപ്പെടുന്നതാണ്. ഇതിൽ വാശും വൈരാഗ്യമൊന്നും വേണ്ട. സമസ്ത മുജാഹിദ് ജമാഅത്ത് ഒന്നും നോക്കണ്ട. 1ാം ക്ലാസ് പഠിക്കേണ്ട ഒരു 5 വയസ്സുള്ള നിഷ്കളങ്കമായ ഒരു ബാല്യത്തിനോട് നിങ്ങൾ ചോദിച്ചൊക്കെ, മോനെ, ആരാ നമ്മളുടെ പടച്ചവൻ? അല്ലാഹുവാൻ. ആരാ നമ്മളെ സൃഷ്ടിച്ചത്? അല്ലാഹുവാൻ. ആരാ ലോകം നിയന്ത്രിക്കുന്നത്? അല്ലാഹുവാൻ. ഏതൊരു കുട്ടിയും പറയും നമ്മളെ പടച്ചത് അല്ലാഹുവാൻ. ആ അല്ലാഹനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വീണ്ടും അല്ലാഹ് പറഞ്ഞു, വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ പൂർവികരെ ആരാ സൃഷ്ടിച്ചത്? വാപ്പക്കാരന്മാർ ആരാ പഠിച്ചത്? അവരെ ആരാ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോ അതിൽ വലിയ ഹിക്മത്തുണ്ട്. മനുഷ്യരെങ്ങാനും സൃഷ്ടികളെ ആരാധിക്കുന്നതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ സൃഷ്ടി വരുന്നതിന് മുമ്പും ഇവിടെ സൃഷ്ടിജാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവുണ്ടായിട്ടുണ്ട്, പിതാവിന്റെ പിതാവുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠക്കാരന്മാരുണ്ടായിട്ടുണ്ട്. അവരെ ആര് പഠിച്ചു? അവർക്കാര് വെള്ളം കൊടുത്തു? അവർക്കാര് ഓക്സിജൻ കൊടുത്തു? ആ നാഥനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, ഈ ഭൂമിയെ നിങ്ങൾക്കായി ഒരു വിരിപ്പായി സംവിധാനിച്ചു തന്നവനാരോ? അത്ഭുതമില്ലയോ? അല്ലാഹുവിന്റെ ഖുർആൻ അത്ഭുതമല്ലയോ പറഞ്ഞത്? ഭൂമി നിങ്ങൾക്കൊരു വിരിപ്പാണ്, മിഹാദ തൊട്ടിലാണ്. ആ ഭൂമിയുടെ അവസ്ഥകളെ പറ്റി ഗോളാകൃതി എന്ന് പറയുന്ന, ഓവൽ ഷേപ്പ് എന്ന് പറയുന്ന, പന്തുരുളുന്ന പോലെ ഉരുളുന്ന ഭൂമിയില് 31-ാം അധ്യായത്തിന്റെ 10-ാമത്തെ ആയത്തില് അല്ലാഹു പർവ്വതങ്ങളെ പോലും ആ ഭൂമിയിലൂടെ വെച്ചു തന്നത് അന്തമീതപിക്കും, അതിന്റെ സന്തുലിതാവസ്ഥകളെ നിലനിർത്താനാണെന്ന് പറയുമ്പോ അതിനൊരു തൊട്ടില് പോലെ സുരക്ഷിതമായി നിങ്ങൾ ആ ഭൂമിയിലൂടെ കഴിയുമ്പോ അതിനെ സംവിധാനിച്ചതാരാണ്? അത് ഏകനായ റബ്ബാണെങ്കിൽ ആ റബ്ബിനെയാണ് ആരാധിക്കാനുള്ളത്. ഉപരിഭാഗത്തെ മേൽക്കൂരയായി സംവിധാനിച്ചു തന്നവനാരോ? മനുഷ്യൻ ജീവിക്കുന്നതിന്റെ 20, 21, 25 കിലോമീറ്ററുകൾക്ക് മുകളിലായി ഓസോൺ ലെയറുകളുടെ സംവിധാനങ്ങളെ തീർത്തു തന്നവനാരോ? സുരക്ഷിതമായ കവചങ്ങളെ തന്നവനാരോ? കാണാലോ നിങ്ങൾക്ക് ഒരു തൂണും കൂടാതെ ഉപരിഭാഗത്ത് ഉയർത്തി വെച്ചവനാരോ? ഏതെങ്കിലും ഒരു പടപ്പിന് കഴിയോ അത്? ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് കഴിയോ അത്? ഇല്ലല്ലോ. അവരൊക്കെ ഈ ഭൂമി ലോകത്ത് വന്നവരാണ്, ഈ ആകാശത്തിന്റെ മേലാപ്പിന് താഴെ വളർന്നവരാണ്. അവരൊക്കെ സൂര്യന്റെ പ്രകാശം ആസ്വദിച്ചവരാണ്, ചന്ദ്രന്റെ നിലാവലകൾ ഉൾക്കൊണ്ടവരാണ്. അല്ലാഹു പറഞ്ഞത് ചെയ്തവൻ അവനാണ്. ഉപരിഭാഗത്ത് നിന്ന് വെള്ളമിറക്കി തന്നവൻ. കൃത്രിമമായ മഴയുടെ ജലാംശങ്ങളെ കൊണ്ട് അല്ലാഹു പടച്ചതുപോലെയുള്ള ശുദ്ധമായ ഒരു തുള്ളി ജലത്തിന് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രം അവിടെ പോലും പകച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ തന്നവനാരുണ്ട്? ആ നാഥനെ നിങ്ങൾ ആരാധിക്കുക. ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ സൂറത്ത് ഹദീദിന്റെ 20-ാമത്തെ ആയത്തില് ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ മുളക്കുമ്പോ കർഷകർ പോലും ആ സസ്യങ്ങൾ മുളക്കുമ്പോ കർഷകർ പോലും അത്ഭുതപ്പെടുമാറ്. ആരാണോ ഉപരിഭാഗത്ത് നിന്ന് വെള്ളമിറക്കി സസ്യലതാദികളെ മുളപ്പിച്ചത്? നിങ്ങൾക്കുള്ള കായ്ക്കനികളെ, ഭക്ഷണ പദാർത്ഥങ്ങളെ തന്നത് ആ നാഥനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഒരു ബേസിക് തിയറി. നിങ്ങളെ പഠിച്ചത്, പൂർവികരെ പഠിച്ചത്, ഭൂമിയെ സംവിധാനിച്ചത്, ആകാശത്തെ ക്രമീകരിച്ചത്, മഴ തന്നത്, അതുകൊണ്ട് സസ്യലതാദികൾ മുളപ്പിച്ചത്, അതുകൊണ്ട് കായ്ക്കനികളെ തന്നത് ഏകനായ റബ്ബാണെങ്കിൽ ഒരൊറ്റ വാക്ക് അല്ലാഹുക്ക് പറയാനുള്ളൂ. ഒരൊറ്റ വാക്ക്,
ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, അല്ലാഹുവിന് നിങ്ങൾ സമന്മാരെ വെക്കല്ലേ. എന്തായത്തിന്റെ വ്യാഖ്യാനം ഞങ്ങൾ ആരും സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും നിങ്ങളോട് പറയുന്നില്ല. തഫ്സീറുൽ ഖുർആനുൽ അദീം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, തശ്ബീഹുൽ ഖാലിഖ് ബിൽ മഖ്ലൂഖ് വതശ്ബീഹുൽ മഖ്ലൂഖ് ബിൽ ഖാലിഖ്. സൃഷ്ടിയ സൃഷ്ടാവിനോട് സാദൃശ്യപ്പെടുത്തലാണ്, സൃഷ്ടാവിനെ സൃഷ്ടിയോടും സാദൃശ്യപ്പെടുത്തലാ. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ആകാശഭൂമികളെ പടച്ചവൻ അല്ലാഹുവായിരിക്കെ, സസ്യലതാദികളെ മുളപ്പിച്ചവൻ അല്ലാഹുവായിരിക്കെ, അതുകൊണ്ട് നിങ്ങൾക്കുള്ള റിസ്ക് തരുന്നവനും അല്ലാഹുവായിരിക്കെ, നിങ്ങളെ പടച്ചതും നിങ്ങളുടെ തലമുറകളെ സൃഷ്ടിച്ചതും അല്ലാഹുവായിരിക്കെ. അവൻ കാണുന്ന പോലെ മറ്റൊരാൾ കാണുമെന്ന് വിശ്വസിക്കല്ലേ. അവൻ അറിയുന്ന പോലെ മറ്റൊരാൾ അറിയുമെന്ന് വിശ്വസിക്കല്ലേ. അവൻ കേൾക്കുന്ന പോലെ മറ്റൊരാൾ കേൾക്കുമെന്ന് വിശ്വസിക്കല്ലേ. അവൻ സഹായിക്കുന്ന പോലെ മറ്റൊരാളെ സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ പാടില്ല. അതാണ് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അല്ലാഹുവിന് നിങ്ങൾ സമന്മാരെ വെച്ച് പോകല്ലേ. നമ്മുടെ ചില ആളുകളൊക്കെ ഹദീസുകളെ വ്യാഖ്യാനിച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കൾ റബ്ബിലേക്ക് അടുക്കുമ്പോ അവരുടെ കണ്ണ് ഞാനാകും, കാത് ഞാനാകുമെന്ന് ഹദീസിനൊക്കെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അല്ല കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കും. കഴിഞ്ഞില്ലേ പ്രിയമുള്ളവരെ? കാരണം എന്താ? വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹനെ പോലെ ഒന്നുമില്ല. പിന്നെ എന്താ മുത്തനബി പറഞ്ഞ ഹദീസ്? അത് ബുഖാരിയിലല്ലേ? അതിന്റെ ശറഹ് എടുക്കുക, ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ എന്താ പറഞ്ഞേ? അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരാ കണ്ണുകൊണ്ടൊരു ഹറാമ കാണൂല, അവരാ കാതുകൊണ്ടൊരു ഹറാമ കേൾക്കില്ല, അവരുടെ കൈ കൊണ്ടൊരു ഹറാമ പിടിക്കില്ല. അവരാ അല്ലാഹുവിന്റെ ഔലിയാക്കള്. ആ ഔലിയാക്കളെ നമ്മൾ പിന്തുടരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ നൽകിയത് റബ്ബാണ്. നബിമാരഖിലവും അല്ലാഹനെ പറഞ്ഞിട്ടാണ് ലോകത്തോട് കടന്നു വന്നത്. എല്ലാ തിന്മകൾക്കെതിരെ പറയുമ്പോഴും അതിനു മുമ്പ് അവർ ജനങ്ങളോട് പറഞ്ഞു അള്ളാഹുവിന്റെ വഹദാനിയത്താണ്. അള്ളാഹുവിന്റെ സ്ഥാനം ചെറുതല്ല. ഇപ്പൊ ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കടമയുള്ളത് ആരോടാണ്? അല്ലാഹു റസൂലും കഴിഞ്ഞാൽ ആരോടാണ്? സ്വന്തം ഉമ്മാനോടാണ്, പിന്നെ ബാപ്പാനോടാണ്. ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർച്ചലും അവരാണ്. ഈ 3 കാര്യം വാപ്പയിൽ ഒഴിവാണ്. പ്രയാസത്തിന് മേലെ പ്രയാസം ചുമന്ന് ഗർഭം ചുമന്നതും മരണസമാനമായ വേദന കൊണ്ട് നിന്നെ പ്രസവിച്ചതും 2 വർഷക്കാലം നിന്നെ പാലൂട്ടി വളർത്തിയതും ഉമ്മയാണ്. പ്രിയമുള്ളവരെ, വയറിന് മേലെ കല്ല് വെച്ച് കെട്ടി നടക്കാൻ പറ്റോ 9 മാസങ്ങളോളോ? അതിനേക്കാൾ വലിയ ത്യാഗമല്ലയോ ഉമ്മ അനുഭവിച്ചു പോയത് എന്നുണ്ടെങ്കിലോ? ശരീരത്തിന്റെ അസ്ഥികൾ ഇങ്ങനെ ഒരുമിച്ച് പൊട്ടുന്ന വേദനയാ ഒരു പ്രസവത്തിലൂടെ ഉമ്മ അനുഭവിച്ചു പോയത് എന്നുണ്ടെങ്കിലോ? അവിടുന്ന് പാലൂട്ടി വളർത്തുന്ന മക്കളോട് ശരീരത്തിലൂടെ പാലില്ലാതെ കിടന്നു വരുമ്പോ മുളച്ചു വന്ന കിന്നരിപ്പല്ലുകൊണ്ട് മാതാവിന്റെ മാറിടത്തിലൂടെ കടിക്കുമ്പോ മുല്ലമുട്ട് പോലെ പാല് വരുന്നതിന് പകരം രക്തത്തിന്റെ തുള്ളികൾ കടന്നു വരുമ്പോ ഉമ്മാക്ക് വേദനിക്കുന്നടാ എന്ന് പറഞ്ഞ് തലോടി ഉമ്മാന്റെ നൊമ്പരങ്ങളില്ലയോ? അല്ലാഹുവിന്റെ ഖുർആന് പറയാ, നന്മയോടുകൂടെ വർത്തിക്കണേ. അവരോട് ചേർന്ന് പറയുന്ന വാക്ക് പോലും നിങ്ങൾ പറയല്ലേ. കാരുണ്യത്തിന്റെ ചിറകുകൾ താത്തിക്കൊടുക്കേണ്ടതും അവരുടെ മുമ്പിലാണ്. എല്ലാം പറഞ്ഞു. പക്ഷേ എവിടെയൊക്കെ മാതാപിതാക്കളുടെ കടമ പറഞ്ഞോ, അതിനു മുമ്പ് റബ്ബ് പറഞ്ഞു അല്ലാഹ് 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 36-ാമത്തെ ആയത്ത്, അതുപോലെ തന്നെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ 23-ാമത്തെ ആയത്ത്, അതുപോലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 14-ാമത്തെ ആയത്ത്, എവിടെയൊക്കെ അല്ലാഹു മാതാപിതാക്കളോടുള്ള കടമ പറഞ്ഞപ്പോ അതിനു മുമ്പ് പറഞ്ഞു അല്ലാഹ് വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ.
അല്ലാഹനെ ആരാധിക്കണേ. അവനോടുള്ള ആരാധനയിൽ മറ്റാരെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. മാതാപിതാക്കളോട് നന്മ ചെയ്യണേ. 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലൂടെ കടന്നു വന്നപ്പോഴോ വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹു നിങ്ങളോട് ഇതാ വിധിച്ചിരിക്കുന്നു, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കല്ലേ, മാതാപിതാക്കളോട് നന്മ ചെയ്യണേ. എന്തുകൊണ്ടെന്നറിയോ? എല്ലാ നന്മകളും മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കാൻ. പക്ഷെ അതിനേക്കാളും സ്ഥാനം ആരോട് വേണം? അല്ലാഹനെ ആരാധിക്കണോടുത്ത് വേണമെന്നാണ്. നിങ്ങൾ നോക്കേ, അതാണ് സൂറത്തുൽ ലുഖ്മാനിൽ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ആയത്തിറക്കിയത്. ഉമ്മയും മോനും വല്ലാത്ത ഇഷ്ടമാണ്, വല്ലാത്ത സ്നേഹമുള്ള മോനാണ്. അതുകൊണ്ട് തന്നെ ആ മകൻ ഇസ്ലാം സ്വീകരിച്ച ഉമ്മ പറഞ്ഞു, മോനെ, ഞാൻ എന്റെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നിന്റെ മുന്നിൽ പടഞ്ഞു മരിക്കുന്നതാണ്. ആ മോനെ താങ്ങാൻ പറ്റുമോ? മുത്തുനബിയുടെ അടുക്കൽ വന്ന് സങ്കടം പറയുമ്പോ അള്ളാന്റെ വഹയും കൊണ്ട് ജിബ്രീൽ കടന്നു വരികയാണ്. ഖുർആനിന്റെ മനോഹരമായ ആയത്തിറങ്ങുകയാണ്. അവർ നിന്നോട് ജിഹാദ് ചെയ്താൽ പോലും, അവർ നിന്നോട് പറഞ്ഞാലെന്നില്ല, അവർ നിന്നോട് കൽപ്പിച്ചാലെന്നില്ല, അവർ നിന്നോട് ആഹ്വാനം ചെയ്താലെന്നില്ല, അവർ നിന്നോട് ജിഹാദ് ചെയ്താൽ പോലും, കഠിനമായ പരിശ്രമങ്ങൾ ചെയ്താൽ പോലും, എന്തിനാണെന്നറിയോ? അല്ലാഹുവിലൂടെ പങ്കു ചേർക്കാൻ പറഞ്ഞുകൊണ്ട്, അലാ തുശ്രിക ബി, എന്നിൽ പങ്കു ചേർക്കാൻ പറഞ്ഞുകൊണ്ട് അവർക്ക് അറിവില്ലാത്ത വിഷയമാണെങ്കിലോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഫലാ തുതിഅഹുമാ, ആ വിഷയത്തിൽ അവരെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പറഞ്ഞുകൊണ്ട് ജിഹാദ് ചെയ്താൽ പോലും അവരെ നിങ്ങൾ അനുസരിക്കല്ലേ. എന്നാൽ ദുനിയാവിൽ അല്ലാഹു പറയാണ്, വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ഭൗതികമായി എന്തൊക്കെ നന്മ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുമോ? എന്നോട് ശിർക്ക് ചെയ്യാൻ പറഞ്ഞതല്ലേ, അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കാൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് എന്റെ ഔദാര്യത്തിൽ അവരെ ജീവിക്കണ്ട എന്ന് തീരുമാനിക്കാനല്ല. അല്ലാഹുവിന്റെ ദീൻ പറയാണ്, അവരോട് ദുനിയാവിൽ എന്തൊക്കെ നന്മകൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ, മാതാപിതാക്കൾ എന്ന രീതിയിലോട് എല്ലാ നന്മകളും അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ്. പക്ഷേ അല്ലാഹുവിനെ ധിക്കരിക്കാ, അവരെ നിങ്ങൾ അനുസരിക്കല്ലേ. എത്രത്തോളം അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞു എന്നറിയോ നിങ്ങൾക്ക്? അനന്തര സ്വത്ത് ഓഹരി വെക്കുന്ന സന്ദർഭങ്ങളിലോ രണ്ട് മതവിഭാഗങ്ങൾക്കിടയിലൂടെ അനന്തരമെടുക്കാൻ കഴിയില്ല. അച്ഛനോ അമ്മയോ, ഇനി അതൊക്കെ നിങ്ങളുടെ അമുസ്ലിമീങ്ങളാണ് മാതാപിതാക്കളെങ്കിലോ, അവർക്ക് മരിച്ചാൽ ഈ മകന്റെ സ്വത്തിൽ അനന്തരം കിട്ടില്ല. പക്ഷെ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, മരിക്കാൻ നിങ്ങൾ കാത്തു നിൽക്കണ്ട, അവർ മാതാപിതാക്കളാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് നിങ്ങളെ വസിയ്യത്ത് എഴുതി വെക്കൽ നിർബന്ധമാണ്. വസിയ്യത്ത് എഴുതി വെക്കൽ നിർബന്ധമാണ്. അത്ര വലിയ കടമ അവരോടുണ്ട്. പക്ഷേ അതിനും മുകളിലാണ് അല്ലാഹ്, അതിനും മുകളിലാണ് റബ്ബ്. ഇനി റബ്ബിനോട് പങ്കു ചേർക്കല്ലേ എന്നൊക്കെ നമ്മൾ പറയുമ്പോ ഞാന് അതിന്റെ വലിയ മേഖല ഒന്നും പറയണില്ല, സാധാരണക്കാരന് മനസ്സിലാവാൻ വേണ്ടി. ചെറിയ ശിർക്ക് പോലും നമ്മളിലൂടെ പാടില്ല എന്ന്. എന്ത് ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കി ഒന്നുകൂടെ വ്യക്തമാവാതെ അല്ലേ? മുത്തറസൂല് പറഞ്ഞു, ഇയ്യാക്കും അശ്ശിർകുൽ അസ്ഗർ, ഏറ്റവും ചെറിയ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഉമശ്ശിർകുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, റസൂലേ ഏതാ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അരിയാ, ലോകമാന്യതയാണ്, ജനങ്ങൾ കാണണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന പ്രവർത്തനമാണെന്ന്. എന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവാനുണ്ടോ? അത് ഇസ്ലാം എന്ന് പുറത്തു പോവില്ല, പക്ഷേ നരകം അല്ലാഹു ഉറപ്പായി നൽകുന്നതാണ്. സിറാത്ത് പാലല്ലേ, സിറാത്ത് പാലത്തിൽ കയറാൻ അല്ലാഹു ഭാഗ്യം കൊടുക്കുന്നത് വിശ്വാസികൾക്ക് മാത്രമാണ്. അതിനു മുമ്പ് ശിർക്ക് ചെയ്തവരെ മുഴുവൻ നരകത്തിലേക്ക് വലിച്ചെറിയും. പിന്നെ ഉണ്ടാവുന്ന വിഭാഗങ്ങള് വേദക്കാരായ ആളുകളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസൈർ നബിയെ ആരാധിച്ചിരുന്നവരെ
അള്ളാഹു സിറാത്ത് പാലത്ത് കയറ്റൂല. എനിക്ക് അങ്ങനെ ഒരു മകനില്ല, അള്ളാഹു അവരെ നരകത്തിലേക്ക് എറിയുന്ന. ഈസാ നബിയെ ആരാധിച്ചവരോട് എനിക്കൊരു പുത്രനില്ല, എനിക്ക് അങ്ങനെ ഒരു സന്താനമില്ല, അതെന്റെ പ്രവാചകനാണ്, അവരെയും അള്ളാഹു നരകത്തിലേക്ക് എറിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് നിങ്ങൾ ആലോചിക്കുക, അവിടെ സിറാത്ത് പാലത്തിലേക്ക് കയറാതെ നരകത്തിലേക്ക് പോകുന്നവരാരെന്നറിയോ? 3 വിഭാഗം ആളുകൾ പറഞ്ഞു. ഒരു മനുഷ്യൻ പറഞ്ഞു, പടച്ചോനെ, ഞാൻ നിന്റെ മാർഗത്തിൽ ജീവൻ കൊടുത്തോനാണ്. അല്ലാഹു പറയും, നീ ഷഹീദായത് എന്തിനെന്നറിയോ? നീ വലിയ ധീരനാണ് മറ്റുള്ളവരെ കാണിക്കാനാണ്. അതുകൊണ്ട് ആ മനുഷ്യനെ നരകത്തിലേക്ക് എറിഞ്ഞു. മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശത്രുക്കൾക്കെതിരെ പോരാടി അവന്റെ യുദ്ധം കൊണ്ട് മുസ്ലിങ്ങൾക്ക് നേട്ടമല്ലേ ഉണ്ടായിട്ടുള്ളൂ? അതെ, പക്ഷെ അവന്റെ നിയ്യത്ത് മാറി. അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നിടത്ത് ജനങ്ങളൊക്കെ വിചാരിക്കണം ഞാനൊരു ധീരനാണ്. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നിടത്ത് പടപ്പുകളെ കണ്ടപ്പോ ആ മനുഷ്യൻ അള്ളാഹു നരകത്തിലേക്ക് എറിയുന്നു. രണ്ടാമത്തെ മനുഷ്യൻ പറയും, അള്ളാഹ് ഒരുപാട് സ്വതക്ക ചെയ്തവനാണ്. അള്ളാഹ് പറയും, നീ ദാനധർമ്മം ചെയ്ത് എന്തിനാണെന്നറിയോ? നീ വലിയ ധർമ്മിഷ്ഠനാണ് കാണിക്കാനാ. അവന്റെ സമ്പത്ത് മറ്റുള്ളവർക്ക് വെറുതെ കൊടുത്തതാണ്, തിരിച്ച് ഒന്നുവന് കിട്ടിയിട്ടില്ല. ആ പണമൊക്കെ അവന് നഷ്ടം തന്നെയാണ്. അവൻ കൊടുത്തതാണ്, സ്വതക്കയാണെങ്കിൽ അള്ളാന്റെ അടുക്ക ലാഭം. പക്ഷെ ഇതോ അവിടെയും കിട്ടിയില്ല. എന്തുകൊണ്ടാണ്? അവന്റെ മനസ്സിലെ നിയ്യത്ത് ജനങ്ങൾ വിചാരിക്കണം ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ്. മൂന്നാമത്തെ മനുഷ്യൻ പറയും, അല്ലാഹ് ഒരുപാട് ഇൽമ് പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്തത് ഖുർആനാണ്, ഹദീസാണ്, അള്ളാന്റെ ദീനാണ്. പക്ഷെ അല്ലാഹ് പറയും, നീ ഇൽമ പറഞ്ഞു കൊടുത്തത് എന്തിനാണെന്നറിയോ? നീ വലിയ പണ്ഡിതനാണ് മറ്റുള്ളവരെ കാണിക്കാനാണ്. നിങ്ങൾ ആലോചിച്ചോക്ക്, ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഈ വേഗരയിലേക്ക് കുറഞ്ഞ മണിക്കൂറിൽ ഞാൻ ഇവിടെ എത്തിച്ചു വരുമ്പോ ഈ യാത്രയിൽ എന്റെ മനസ്സിലുള്ള നിയ്യത്ത് അൽഹംദുലില്ലാ നിങ്ങൾ ഈ ദീൻ മനസ്സിലാക്കണമെന്നാണെങ്കിൽ, അള്ളാഹു എനിക്ക് ഇതിന് പ്രതിഫലം നൽകണേ എന്നാണെങ്കിൽ, എന്റെ നിയ്യത്ത് അതാണെങ്കിൽ അൽഹംദുലില്ലാ അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകും. നേരെ മറിച്ച് എന്റെ മനസ്സിലെ ചിന്ത നിങ്ങളൊക്കെ വിചാരിക്കണം എനിക്ക് കുറച്ച് സംസാരിക്കാൻ അറിയാം, എനിക്ക് കുറച്ചൊക്കെ അറിവുണ്ട് എന്നാണെങ്കിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളാണ് സാക്ഷി. നാളെ എന്റെ ഇരുകാലുകൾ വലിച്ച് നരകത്തിലേക്ക് എറിയുന്നതിന് നിങ്ങളായിരിക്കും സാക്ഷി. പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആനല്ലേ? പറഞ്ഞത് ഹദീസല്ലേ? പറഞ്ഞത് അല്ലാഹുവിന്റെ തൗഹീദല്ലേ? പ്രമാണങ്ങളുടെ വെളിച്ചങ്ങളല്ലേ? ഹക്കല്ലേ? സത്യമല്ലേ? ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്റെ മനസ്സിന്റെ നിയ്യത്ത് മാറുമോ? അത് റിയാണ്, ലോകമാന്യതയാണ്. ജനങ്ങൾ കാണണമെന്ന് വിചാരിക്കാനാണെങ്കിൽ അതിലെനിക്ക് പ്രതിഫലമില്ല. സിറാത്ത് പാലം പോലും കയറാൻ അനുവാദമില്ലാതെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതാണ്. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? റിയ എവിടെയാണ്? ചെറിയ ശുർക്കായത് എന്ന് വേങ്ങരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ തറയിട്ടാൽ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് ഒരു 3 ആള് യാത്ര തിരിക്കുന്നു എന്ന് വിചാരിക്കാം. ഇവിടുന്ന് യാത്ര പുറപ്പെട്ടു. ഏകദേശം എറണാകുളം ജില്ലയെത്തിയപ്പോ ളുഹറിന്റെ സമയമായപ്പോ പറഞ്ഞു, ഇനി നിസ്കരിച്ചിട്ട് നമുക്ക് ബാക്കി യാത്ര തുടരാം. 3-ൽ നിസ്കാരം മടിയാനാന്ന് വിചാരിക്കാം. 2 ആള് ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുന്ന ആളുകളാണ്. നിസ്കരിക്കാൻ തന്നെ അവൻ വിചാരിക്കാണ്, ഇനിയിപ്പോ ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ ഇവരെന്താ വിചാരിക്കാം. ഇവന്റെ കൂടെ ഇറങ്ങി ഇവരൊക്കെ നിസ്കരിച്ചു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തന്നെയാണ് കൈകെട്ടിയത്. എല്ലാ പ്രാർത്ഥനകളും അല്ലാഹുവിനോട് തന്നെയാണ്, സുജൂദ് അല്ലാഹുവിന് മുന്നിൽ തന്നെയാണ്. പക്ഷേ അവന്റെ നിസ്കാരം ഈ 2 ആളുകളെ കാണിക്കാനെന്ന നിയ്യത്ത് കടന്നു വന്നപ്പോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആര് നിസ്കരിച്ചോ അവൻ ശിർക്ക് ചെയ്തവനാണെന്നാണ്. എന്ന് പറഞ്ഞാൽ സുജൂദ് അല്ലാഹുവിന്റെ മുമ്പിലാണ്, പ്രാർത്ഥനകൾ അല്ലാഹുവിനോട്. പക്ഷെ നിസ്കാരം എന്ന അല്ലാഹു കൊടുക്കേണ്ട ഇബാദത്ത് ഈ ആളുകൾ കാണട്ടെ എന്ന ചിന്ത വന്നതിന്റെ പേരിൽ അല്ലാഹു ആ മനുഷ്യനെ നരകത്തിലേക്ക് എറിയുമെങ്കിൽ, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, അല്ലാഹുവിലേക്ക് നീട്ടേണ്ടുന്ന കരങ്ങളെ അവന്റെ പടപ്പുകളിലേക്ക് നീട്ടിയാൽ അല്ലാഹു പൊറുക്കുമോ? പ്രിയമുള്ളവരെ, അല്ലാഹു പൊറുക്കുമോ? നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ അല്ലാഹുവിനെ പറ്റി പറഞ്ഞിട്ടും ജനങ്ങൾക്ക് എവിടെയാണ് അബദ്ധം ഉണ്ടായതെന്നറിയോ? അള്ളാഹിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറെ നമ്മൾ പറയും, പക്ഷെ ആപത്ത് വരുമ്പോ അള്ളാഹിനെ മനുഷ്യന്മാര് വിളിക്കലില്ല. ഒരു ഉമ്മ കുട്ടീനെ ഇങ്ങനെ തൊട്ടില്ലാട്ടെന്ന് വിചാരിച്ചോ? ഇല്ലേ? ഹസ്ബീ റബ്ബീ ജല്ലല്ലാഹ് മാ ഫീഹി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ
ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൊട്ടിലാട്ടി കൊടുക്കുന്നുണ്ട്. ഹസ്ബി റബ്ബി ജല്ല, എനിക്ക് അല്ല മതി. നൂർ മുഹമ്മദ് അവിടെ നിൽക്കട്ടെ, അപ്പൊ നമ്മുടെ ചർച്ചയെ കൊണ്ടുവരുന്നില്ല. എന്തായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ തൊട്ടിൽ ഇങ്ങനെ ആട്ടി കൊടുക്കണതിന്റെ ഇടയില് കുട്ടിയുടെ തലയെങ്ങാനും തൊട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടി അപ്പൊ വിളിക്കും, എന്റെ ബദരീങ്ങളെ. അതുവരെ പറഞ്ഞെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആപത്ത് വന്നപ്പോൾ അല്ലാഹുവിന്റെ പടപ്പുകളിലേക്ക് മാറി. ഞാൻ ഈ സംസാരത്തിൽ പറയുന്നത് ഇൻഷാ അല്ലാഹ് നമ്മൾ ബദരീങ്ങളുടെ വഴിയിലേക്ക് വരണമെന്ന്. അത് ഇൻഷാ അല്ലാഹ് അതിന്റെ അവസാനം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ക്ഷമയോടെ കേട്ടാ മതി. നമ്മൾ ആ സമയത്ത് അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് നമ്മൾ തിരിയാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ മനുഷ്യന്മാരെ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, ഒരടിമക്ക് അല്ല പോരെ, അടിമക്ക് അല്ല പോരെ. അല്ലാഹുവിനെ മനസ്സിലാക്കാത്തതാണ് തകരാറെന്നുണ്ടെങ്കിൽ ആളുകളോട് പഠിപ്പിച്ചു കൊടുത്തത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു വിമർശനമായിട്ടല്ല, ഒരു പഠനമായിട്ട് എടുക്കാൻ. നമ്മുടെ ഉസ്താദന്മാരെ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തു, അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ KSRTC പോലെയാണ്. ഔലിയാക്കളോട് തേടുക എന്ന് പറഞ്ഞാൽ അതൊരു ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്ന പോലെയാണ്. ഞാനത് ഒരു ഇമാജിനേഷനിൽ പറയുന്നതോ ഒരു പിക്ചറിൽ പറയുന്നതോ അത് പറഞ്ഞ ഉസ്താദിനെ മോശമാക്കി പറയാൻ വേണ്ടി പറഞ്ഞതോ അല്ല. അതായത് അല്ലാഹു അല്ലാത്തവരോട് തേടുന്നതിന്റെ വിധി എന്താണ്, ഇസ്തിആസ ചെയ്യുന്നതിന്റെ. നമ്മളൊക്കെ സാധാരണ പറയലുണ്ടല്ലോ, ബദരീങ്ങളെ കാക്കണേ, മൊയ്തീശയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ഉസ്താദ്മാർ നമ്മളോട് പറയും. അത് പ്രശ്നമൊന്നുമില്ല, അത് ഇസ്തിആസയാണ്, ഇസ്തിആസ കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇസ്തിആസ അള്ളാഹിനോട് മാത്രമേ പറ്റാവുന്നതാണ് പ്രമാണങ്ങളുടെ ഭാഷ. മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന കിതാബിലും പഠിപ്പിച്ചത് ഇസ്തിആസ അള്ളാഹിനോട് മാത്രമേ പറ്റൂന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് നമ്മൾ വരാം. അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിആസ ചെയ്താൽ അതിന്റെ മതവിധി എന്താണ്? അത് നിർബന്ധമാണോ? ഉസ്താദന്മാര് പറയും നിർബന്ധമല്ല. നമ്മളൊരു കാര്യം ചെയ്യണതിന് എന്തെങ്കിലും ഒരു ഫായിദ വേണ്ടേ? നിർബന്ധമല്ല. എന്നാ സുന്നത്താണോ? കൂലി കിട്ടുന്ന കാര്യമാണോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏത് ഖാദിമാരോട് ചോദിച്ചു നോക്കാം, അവര് പറയും പ്രത്യേകം പ്രതിഫലം കിട്ടുന്ന സുന്നത്തായ കാര്യമല്ല. എന്നാൽ ഇസ്ലാമിന്റെ 5 മതവിധികളിൽ അതിന്റെ വിധി എന്താണ്? അത് ഹലാലാണ്, മുബാഹാണ്, കേവലം അനുവദനീയമായ ഒരു കാര്യം. ഏതുപോലെ ഇപ്പൊ മാങ്ങയുടെ സീസൺ ആണല്ലോ, നമ്മൾ മാങ്ങ തിന്നുമ്പോ അറിയാതെ 2 പുഴുവിനെ തിന്നാൽ അത് മുബാഹ്, അനുവദനീയമാണ്. അതുപോലത്തെ ഒരു വിഷയമാണ് അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുന്നിടത്ത് ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ വിധി എന്താണ്? അനുവദനീയമാണ്. അത് മാത്രമാണ് ഉസ്താദുമാര് പറയുക. മുബാഹിന്റെ താരീഫ് എന്താണ്? ചെയ്താൽ പ്രത്യേക പുണ്യമോ ഉപേക്ഷിച്ചാൽ അതിന് പ്രത്യേക ശിക്ഷയോ ഇല്ല, കേവലം അനുവദനീയമായ ഒരു കാര്യമാണ് എന്ന് പറയുമ്പോ പിന്നെ നമ്മൾ എന്തിനാണ് ഇതിന് വാശി പിടിക്കുന്നത് ചോദിച്ചപ്പോ അതിന് പണ്ഡിതന്മാർ കൊടുത്ത വ്യാഖ്യാനമാണെന്ത്? നമ്മളൊരു ലോക്കൽ KSRTC ബസ്സിൽ പോകുന്ന പോലെയാണ് അള്ളാഹിനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, മഹാന്മാരോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്ന പോലെയാണ്. രണ്ടും എന്താണ്? ഹലാലാണെന്ന് പറഞ്ഞ്. നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മൾ തറയിട്ടാൽ അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് KSRTC പറഞ്ഞാൽ എത്തിയാലെത്തി അല്ലെ, നമ്മുടെ മുമ്പിൽ ഒരു KSRTC വന്നു, കൂട്ടുകാരന്റെ ഒരു A ക്ലാസ് ബെൻസും വന്നു നിന്നാലേ പോണത് കോട്ടക്കൽക്കാണെന്ന് വിചാരിക്കുക. നമ്മൾ തറയിട്ടാലിന് എന്തായാലും കൂട്ടുകാരന്റെ പെൻസിൽ ഈ ചൂടത്ത് AC-യിലൊന്നും പോകണ്ട, ഈ KSRTC ബസ്സിൽ പോകാൻ നമ്മൾ തീരുമാനിക്കൂല, നമ്മൾ നേരെ ബെൻസ് കയറിത്തിരിക്കും. നിങ്ങൾ ആലോചിച്ചൊക്കെ സാധാരണക്കാരെ KSRTC ബസ് എന്ന് പറഞ്ഞ അള്ളാനെ വിട്ടു ഈ മഹാന്മാരോട് തേടാന്ന് പറഞ്ഞ ബെൻസുകാരനെ പിടിച്ചു. അള്ളാനെ മനസ്സിലാക്കി കൊടുക്കുന്നിടത്ത് പരാജയങ്ങൾ ഉണ്ടായി. ഇനി കാലങ്ങളിലൂടെ ആളുകൾ ചൊല്ലിപ്പിടിച്ച മാലയിലും അള്ളാനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് മഹാന്മാരോട് ചോദിച്ചാലേ കിട്ടുള്ളൂ എന്നുള്ളൊരു ബോധ്യം ആളുകൾക്കുള്ളിലൂടെ കടന്നു വന്നു. ഞാൻ വെറുതെ പറയല്ല, നമ്മളുടെ ആദ്യത്തെ മുഹിയുദ്ദീൻ മാലയിലെ എഴുതി വെച്ചൊരു വരിയുണ്ട്. മര്യാദയുള്ള സീറിക്കോരോ കുട്ടിയെ മന്നാനെ നൽകനീയെന്ന് മോടിന്തോർ മറുപടി ലോഹില്ലാവർക്കില്ല പിള്ളകൾ മുറുക്കുന്നു 2 കോടുക്ക് നീ ദയ്യാനേ കൊടുക്കാനെളുപ്പത്തിയില്ലെങ്കിൽ 3 കൊടുക്കണമങ്ങിനെ 7ഓളം വിണ്ടോർ 8 വീടും മുമ്പായിരവൻ എങ്കി ഞാൻ 7 കൊടുക്കാമതെന്നോവർ. മൊയ്തീശയുടെ ഒരു മുരീദ് വന്നിട്ട് പറഞ്ഞു, ഷേഖ് എനിക്ക് കുട്ടിയില്ല. ഉടനെ ഷേഖ് അള്ളാനോട് പറഞ്ഞു, അല്ലാ
എന്റെ മുരീദിന് ഒരു സന്താനത്തെ കൊടുക്കല്ല. അല്ല പറഞ്ഞു, നിന്റെ മുരീദിന് ലൗഹുൽ മഹ്ഫൂദിൽ സന്താനമില്ല. എന്താണ് ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ? ലോകത്ത് അല്ലാഹു ആദ്യമായി പടച്ചത് ലൗഹിലെ കലമാ. ബൈഹഖിയുടെ സുനനിലൂടെ കാണാം, ലോകത്ത് അല്ലാഹു ആദ്യമായി പടച്ചത് ലൗഹിലെ കലമാണ്. ആ പേനയോട് എന്തൊന്ന് എഴുതി വെക്കാൻ പറഞ്ഞു, അതാണ് ലോകത്തിലൂടെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ സന്താനമില്ല എന്ന് എഴുതി വെച്ചാൽ ആ മനുഷ്യന് സന്താനമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ശൈഖ് പോയിട്ട് അല്ലാഹുവോട് പറയുന്നുണ്ടല്ലോ, എന്റെ മുരീദിന് സന്താനത്തെ കൊടുക്കല്ല. അല്ല പറഞ്ഞു, നിന്റെ മുരീദിന് ലൗഹുൽ മഹ്ഫൂദിൽ സന്താനമില്ല, ഒരെണ്ണം കൊടുക്കാൻ പറ്റൂലെന്നോ, എങ്കിൽ രണ്ടെണ്ണം കൊടുക്കല്ലോ. അല്ല പറഞ്ഞു, രണ്ടും പറ്റൂല, എങ്കില് മൂന്നെണ്ണം കൊടുക്കല്ല. അല്ല പറഞ്ഞു, മൂന്നും പറ്റൂല, എങ്കില് നാലെണ്ണം കൊടുക്കല്ല. പറഞ്ഞു 7 വരെ എത്തിയപ്പോ 8 വീടും മുമ്പായിറയവർ എങ്കി ഞാൻ 7 കൊടുക്കാമതെന്നോവർ. 8 എന്ന് പറയുമെന്ന് പേടിച്ചിട്ട് അല്ല പറയുന്നുണ്ട്, എങ്കിലും ഞാൻ 7 കൊടുത്തോളാ, എങ്കിലും ഞാൻ 7 കൊടുത്തോളാ. അതാണ് 8 വീടും മുമ്പായിറയവർ എങ്കി ഞാൻ 7 കൊടുക്കാമതെന്നോവർ. എന്താ കിട്ടി സാധാരണക്കാരനെ? അല്ല തരൂല എന്ന് ലൗഹുൽ മഹ്ഫൂദിൽ വിധിച്ച പിന്നെ കിട്ടൂലല്ലോ, കഴിഞ്ഞു. അതുപോലും ആർക്ക് വാങ്ങിത്തരാൻ പറ്റും? മൊയ്‌ദി ശൈഖിന് വാങ്ങിച്ചു തരാൻ പറ്റും. അതുകൊണ്ട് സാധാരണക്കാരൻ അല്ലാഹനെ വിട്ടു പടപ്പുകളിലേക്ക് തിരിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. ഇത് മൊയ്‌ദി ശൈഖ് പറഞ്ഞിട്ടില്ല കേട്ടോ. മൊയ്‌ദി ശൈഖ് പറഞ്ഞത്, ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയത്തെ നീ പള്ളിയാക്കണം. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ ഹൃദയമാകുന്ന പള്ളിയിൽ അള്ളാന്റെ കൂടെ അള്ളാഹ് ഒഴിവാക്കിയിട്ടെന്ന് പറഞ്ഞില്ല, മഅയ്യത്താണ്. അള്ളാന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ. തെളിവ് ധരിച്ചത് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. സൂറത്തുൽ ജിന്ന് 18ാമത്തെ ആയത്ത്. പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. ആ അള്ളാന്റെ കൂടെ നിങ്ങൾ മറ്റാരോടും ദുആ ചെയ്യല്ലേ. സാധാരണ ഈ ആയത്തൊന്നും പറയും അത് മുജാഹിദോദന ആയത്താണ്. മൊയ്‌ദി ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുർ റബ്ബാനി എന്ന് പറയുന്ന കിതാബിൽ ഈ ആയത്ത് ധരിച്ചിട്ട് പറയാൻ, ആ പള്ളി ഏതാണ്? ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയത്തെയാണ് നീ പള്ളിയാക്കേണ്ടത്. ആ പള്ളിയിലെ ആ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ കൂടെ മറ്റാരോട് നീ ദുആ ചെയ്യല്ലേ. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞ് അല്ലാഹുവിനെക്കാളും വാങ്ങിച്ചു തരാൻ ഇവരെ കൊണ്ട് കഴിയുമെന്ന ബോധ്യങ്ങളിൽ ആളുകളുടെ മനസ്സിൽ കൊടുത്തപ്പോ സാധാരണക്കാരെ അല്ലാഹുവിനെ വിട്ടു പടപ്പുകളിലേക്ക് തിരിയാൻ തുടങ്ങി എന്നുള്ളതാണ്. പടപ്പുകളിലേക്ക് തിരിയാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരുപക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടപെടലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ സമൂഹം എവിടേക്ക് സഞ്ചരിക്കുന്നറിയോ? നിങ്ങൾ ആലോചിച്ചൊക്കെ ഇപ്പൊ എവിടം വരെ എത്തി? വള്ളിയെ ആരാധിക്കുന്നവര്, പനിയാർ പാളയത്ത് വേപ്പുമരത്തെ, പുത്തരിപ്പാടത്ത് വള്ളിയെ, നാട്ടുകല്ലിൽ കല്ലിനെ, നിലവിളക്കില്ലാത്ത ഒരു ഖബർ, ഒരു ചാർ നമുക്കൊന്ന് കാണാൻ സാധിക്കും. നമ്മളുടെ നാട്ടില് ഷാഫി മദ്ഹബുകാരെന്ന് പറയും. ഷാഫി മദ്ഹബിലെ ഇവിടെ ഫോളോ ചെയ്യുന്നത് ഇബ്നു ഹജറുൽ ഹൈതമിയുടെ ശിഷ്യനായി, ഹിജ്റ 950 വർഷക്കാരനായ ഇബ്നു ഹജറുൽ ഹൈതമിയുടെ ശിഷ്യനായി പൊന്നാനിയിൽ വന്ന സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആളുകളായിട്ട് അറിയപ്പെടുന്ന ആളുകളാണ് ഇല്ലേ? നിങ്ങൾ ആലോചിക്കുക, ആ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദ് ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹം സവാദറൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞത്, വയജിബു ഇസാലത്തു കുല്ലു കൻദീലിൻ ഔ സിറാജിൻ അലാ ഖബരിൻ വലാ യസ്ഹു വഖഫുഹു വനദറുഹു. ഖബറിന്റെ മേലെയുള്ള വിളക്കുകളാണെങ്കിലും നിലവിളക്കുകളാണെങ്കിലും നീക്കം ചെയ്യൽ നിർബന്ധമാണ്. വെളിച്ചത്തിനാണോ അത്യാധുനിക വൈദ്യുതിയുള്ള ഈ കാലഘട്ടങ്ങളിലും നിലവിളക്ക് കൊണ്ടുവന്ന് കത്തിച്ചത് വെളിച്ചത്തിനായിരുന്നുവോ? അതിലെ വെളിച്ചെണ്ണ കുടിക്കാൻ, അതിലെ തിരികത്തിക്കാൻ എന്തിനേറെ പ്രിയമുള്ളവരെ, ഖബറിന്റെ അടുത്തൊക്കെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല എന്നും സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പറയുന്ന ജാറങ്ങൾ വരെയുള്ള നാടായി നമ്മളുടെ മണ്ണ് മാറിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 11ാം തീയതിയിലെ, ഈ മാസം ഏപ്രിൽ 11ാം തീയതിയിലെ നേർക്കുനേരെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് മുനമ്പത്ത് ബീവി ജാറത്തിന്റെ അവസ്ഥയാണ് നിങ്ങളോട് പറഞ്ഞേ. ആണുങ്ങൾക്ക് പ്രവേശനമില്ല, പെണ്ണുങ്ങൾക്ക് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. പക്ഷെ അതിനുള്ളില് ഈ വക ഒഴിച്ചലും വെളിച്ചെണ്ണ കൊടുക്കാൻ 2 കാക്കമാര് നിൽക്കുന്നുണ്ട്. ഒരു ഉസ്താദ് വേഷമൊക്കെ ധരിച്ച 2 ആൾക്കാര്, അവർ 2 പേര് മാത്രം ആണുങ്ങളാണ്. അവരോട്
ഞാൻ നേരെ ചോദിച്ചപ്പോ അവര് പറഞ്ഞാൽ ഞങ്ങള് ഇവിടുത്തെ ജോലിക്കാർ മാത്രമേ നിൽക്കുള്ളൂ, വേറെ ആളുകൾ കയറാൻ പാടില്ല എന്ന് പറയേണ്ടായി. ഞാൻ പറഞ്ഞെന്തെന്നറിയോ, നമ്മളിത് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കുറൊക്കെ നമ്മൾ അതിൽ നിന്ന് മാറി 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 കടന്നു വന്നതാണ്. 313 ബദരീങ്ങളുടെ പേര് പറഞ്ഞ് കച്ചവടം ചെയ്തിട്ട് ഇന്ന് ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വലിയൊരാളാണെന്ന് പറയുന്ന തലത്തിലേക്ക് വരെ ഉമ്മമാര് മാറുന്ന അവസ്ഥകളിലേക്ക് ചിന്തകളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇടപെടലുകൾ വിജയിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുക, ആരോടും ജയിക്കാനും തോൽപ്പിച്ച് കാണിക്കാനും ഒന്നുമില്ലല്ലോ. നമ്മളുടെ ഖബറിന് വേണ്ടി നമ്മൾ ആ വിഷയത്തിലേക്ക് നമ്മളൊന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, എവിടെയാണ് ഉമ്മത്ത് മുസ്ലിമ തൗഹീദിൽ നിന്ന് ഇങ്ങനെ തെന്നിപ്പോയ സാഹചര്യങ്ങൾ എവിടെന്നറിയോ? അവിടെയാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പൂർത്തീകരിച്ച ഇസ്ലാം നമ്മളുടെ വക ഏതൊരു ആചാരങ്ങൾ നമ്മൾ അതിൽ തിരികെ കയറ്റിയോ അവിടെയാണ് അള്ളാഹുവിന്റെ തൗഹീദിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയത്. ഒരൊറ്റ കാര്യം ഞാൻ തീർത്തു പറയാൻ, അന്ന് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ച ഇസ്ലാം നമ്മളിൽ ആര് സ്വീകരിച്ചോ അവിടെ നമുക്ക് ഒരിക്കലും പരാജയങ്ങൾ ഉണ്ടാവില്ല. ആ ദീനിൽ നമ്മൾ എവിടെ പുതിയതിനെ കൊണ്ടുവന്നിട്ടുണ്ടോ അവിടെയാണ് റബ്ബില്ലാത്തവരെ ആരാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നത്. അത് 5-ാമത്തെയും സൂറത്തുൽ മാഇദ 3-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാ ദുൽഹജ്ജ് 9 അസ്ർ നമസ്കാര ശേഷം ലോകത്തിന്റെ പ്രവാചകൻ ഒട്ടകപ്പുറത്തിരിക്കവേ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുത്ത ആയത്ത് എന്താണത്? اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്നേ ദിവസം ഇതാ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതത്തെ ഇതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു കൊണ്ട് തന്നിരിക്കുകയാണ്. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ മേലെ പരിപൂർണമാക്കി തരികയും ചെയ്തു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടുകൊണ്ട് നൽകിയെന്നാണ്. ആയത്തിറങ്ങുന്നത് ദുൽഹജ്ജ് 9-നാണ്. ആ ദുൽഹജ്ജും കടന്നു, മുഹറമും കടന്നു. സഫറിന്റെ അവസാനത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന് വഫാത്തിന്റെ രോഗം വരികയാണ്. റബീഉൽ അവ്വലിന്റെ ആദ്യത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലോ വഫാത്താകുന്നതിന്റെ 2-3 മാസങ്ങൾക്ക് മുമ്പ് അവതീർണമായ ആയത്തിലൂടെ അല്ലാഹ് പറയാ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു എന്നാ. അഥവാ ആ മതത്തിലേക്ക് നമ്മളുടെ വക ഒന്നും എടുത്തു വെക്കാനില്ല. ആ മതത്തിൽ നിന്ന് ഒന്നിനെയും എടുത്തു കളയാനും നമുക്കാർക്കും അധികാരമില്ല. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദ് ഇമാം ദാറുൽ ഹിജ്റ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. എവിടെയാണ് പറഞ്ഞത്? അൽ-ഇഅ്തിസാം എന്ന് പറയുന്ന കിതാബിലാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് രേഖപ്പെടുത്തുന്നത്. പേജ് നമ്പർ 49 മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും മതത്തിലൂടെ പുതിയൊരു ആധാരത്തെ കൊണ്ടുവന്നാൽ യറഅഹാ ഹസന, അതിനെ അവൻ നല്ലതല്ലോ എന്ന് കാണുക കൂടെ ചെയ്തു പോയാൽ, പ്രിയമുള്ളവരെ, ഈ ഓമന പേരല്ലേ പല പുത്തനാചാരങ്ങൾക്കും നമ്മൾ പറയാറുള്ളത്. അള്ളാന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ ഇന്നതുണ്ടായിരുന്നു. ഏത് സഹാബിയാണ് ഇന്ന് ആധാരങ്ങളെ കൊണ്ട് നടന്നത് എന്ന് ചോദിക്കുമ്പോ നമ്മൾ പറയുന്ന മറുപടിയുണ്ട്, അതങ്ങനെയാണെങ്കിലും അത് നല്ല പുത്തനാചാരമാ എന്ന് പറഞ്ഞ് അള്ളാന്റെ ദീനിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നുവെങ്കിൽ ഫഖദ് സഅമ, അവൻ വാദിക്കുന്ന വാദം എന്താണെന്നറിയോ? അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാന ഫിൽ റിസാല, അള്ളാന്റെ ഹബീബ് അവിടുത്തെ ദൗത്യത്തിലൂടെ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിച്ചിരിക്കുന്നത്. നഊദു ബില്ലാഹ്, അള്ളാന്റെ റസൂലിനെ വഞ്ചകൻ എന്നവൻ വാദിച്ചിരിക്കുന്നു. കാരണമെന്ത്? ലിഅന്നല്ലാഹു തആല യഖൂൽ, കാരണം അല്ലാഹു പറയുന്നുണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം ഇതാ അല്ലാഹു ദീനിനെ പൂർത്തീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അഥവാ നമ്മൾ പറയാണ്, പ്രിയമുള്ളവര്, ഒരു റബീഉൽ അവ്വൽ 12ന്റെ ആഘോഷങ്ങളെ കൊണ്ടുവരുമ്പോ, ഒരു ജീലാനി ദിനങ്ങളെ കൊണ്ടുവരുമ്പോ, ഒരു ഉറൂസ് മഹാമാ
വിവാഹങ്ങളെ കൊണ്ടുവരുമ്പോ അതിനുള്ള കൊടിയേറ്റങ്ങൾ നടത്തുമ്പോ നമ്മൾ പറയുന്ന ഓമന പേരെന്താണെന്നറിയോ? അത് നല്ല പുത്തൻ ആധാരമല്ലേ എന്നുള്ളതാണ്. പക്ഷെ അള്ളാഹു പറയാണ്, മതമായി ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നിട്ടല്ലാതെ ഇല്ല. നമ്മൾ പറയുന്ന റസൂലേ എല്ലാ നല്ല കാര്യങ്ങളും താങ്കൾ പറഞ്ഞപ്പോ റബീഉൽ അവ്വൽ 12 അങ്ങ് പറഞ്ഞു തന്നില്ലയോ? ജീലാനി ദിനം അങ്ങ് പഠിപ്പിച്ചു തന്നില്ലല്ലോ? ഉറൂസ് നടത്താൻ അങ്ങ് പറഞ്ഞു തന്നിട്ടില്ലല്ലോ? അത് ദീനിൽ നല്ലതാണെന്ന് വാദിക്കുമ്പോ അത് പറയാതെ റസൂലുള്ള ഞങ്ങളെ വഞ്ചിച്ചു എന്നാണ് വാദിക്കുന്നത് എന്ന് ഞങ്ങളുടെ വാദമല്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണെങ്കിലോ അടുത്ത വാക്ക് അടിവരയിട്ട് വെച്ചോ, തറയിട്ടാൽ എന്റെ മുഴുവൻ ജനങ്ങളോടോ നെഞ്ചിലൂടെ കുത്തിവെക്കേണ്ട വാക്കാണ്. ഫമാലം യകുൽ യൗമഇദിൻ ദീനാ ഫലാ യകൂനുൽ യൗമ ദീനാ. ആകയാൽ പ്രവാചകന്റെ കാലഘട്ടങ്ങളിലൂടെ മതമല്ലാതിരുന്ന ഏതൊക്കെ കാര്യമുണ്ടോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലോ ചാടിക്കളിക്കുന്ന ഷാദുലി റാത്തിബ് എന്ന് പറയുന്ന ആചാരമില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. പ്രവാചകന്റെ കാലഘട്ടങ്ങളിലോ ആയുധമെടുത്ത് ശരീരത്തിലൂടെ പ്രഹരിക്കുന്ന കുത്തറാത്തീബ് എന്ന് പറയുന്ന ആചാരമില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലാണ് ബദർ ഉണ്ടായതെങ്കിലോ പിന്നീട് അവിടെ നിന്ന് വിട പറയുന്ന കാലഘട്ടങ്ങൾ വരെ 8ഓളം വരുന്ന റമദാനിന്റെ 17 കടന്നു പോയപ്പോ അന്ന് ബദരീങ്ങളുടെ ആണ്ടില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് റബീഉൽ ആഖിറുകൾ കടന്നുപോയി ജീലാനി ദിനങ്ങളില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കൾ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നിട്ടോ ഒരാളുടെ പോലും ഖബറിനെ ജാറമാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. ഒരാളുടെ ഖബറിനെ പോലും ഒരു ഉറൂസ് നടത്തിയിട്ടില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളില് അവിടുത്തെ ഉമ്മമാര് പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് പോയിട്ടുണ്ടെങ്കിലോ ഇന്നും നിങ്ങൾക്ക് ദീനാ. അന്നുള്ളതൊക്കെ ഇന്ന് ദീനാണ്, അന്നില്ലാത്തത് ഇന്നും ദീനായി മാറാൻ പാടില്ല. നോക്കേ, ആരാ പറഞ്ഞേ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അന്ന് ദീനല്ലാത്തത് ഇന്ന് ദീനല്ല എന്നുള്ളതാണ്. ഞാൻ എന്റെ സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞു, അന്ന് ജീലാനിതനല്ലെങ്കിൽ ഇന്നും ജീലാനിതനല്ല. അങ്ങനെ നിങ്ങൾ പറയാ. കാരണം ജീലാനി റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ് ഹിജറ 500 ശേഷം കടന്നു വന്ന ഒരാളല്ലേ. അപ്പൊ അതെങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ, നമ്മുടെ പള്ളിയില് ജീലാനിദിനത്തിന് ഓതണ മൗലൂദിൽ പറയുന്ന കുറച്ച് വരികളുണ്ട്. നിങ്ങള് അതുണ്ടോ ഇല്ലെന്ന് പരിശോധിച്ച് നോക്കിയിട്ട് മതി. ഇതിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്താണെന്നറിയോ? ജീലാനിദിനം ആഘോഷിക്കുന്നിടത്തെ ഫോൾട്ട് ഉണ്ട്. കാരണം റബീഉൽ അവ്വൽ നബിദിനം നമ്മൾ പറയും നബി ജനിച്ച ദിവസമാണെന്ന് പറയാം. ആയിക്കോട്ടെ, റബീഉൽ അത് തന്നെ നിങ്ങൾ പള്ളിയിൽ പോയിട്ട് ഉസ്താദിനോട് ചോദിച്ചോക്ക്. മൗലിദ് കിതാബിലെ 5ാമത്തെ പേജ്. നമ്മുടെ സാധാരണ കുറെ മൗലിദ് കിതാബുണ്ട്. 15 വക 33 66 111 115 222 333 444 അങ്ങനെ പോയി 1111 2222 3333 4000 അങ്ങനെ ഏറ്റവും പുതിയതും വലിയതുമായ 7777 വക. ഇതൊക്കെ ആരുടെ വകയെന്ന് അന്വേഷിച്ചാൽ അവരന്ന് മുജൈദവും അങ്ങനെ മൗലിദ് കിതാബുകളുണ്ട്. അതിൽ നമ്മുടെ വീടുകൾ സാധാരണ പള്ളികളിലുള്ള 115 വക മൗലിദ് കിതാബാണ് പള്ളികളിലൊക്കെ ഉണ്ടാവുക. അതിൽ 5ാമത്തെ പേജ് താഴെന്ന് മേലേക്ക് 3ാമത്തെ ലൈൻ വഖ്തുലിഫ ഫീ ആമി വിലാദതിഹി വഫീ ശഹ്രിഹാ വഫീ യൗമിഹാ മിനൽ ഉലമാഇ താരിഖിൽ മർവിയ. റസൂലുള്ളാഹി ജനിച്ച ദിവസത്തിലും മാസത്തിലും വർഷത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഓക്കെ, റബീഉൽ അവ്വൽ നബി ജനിച്ചതാണെന്ന് പറഞ്ഞിട്ട് നബിദിന ആഘോഷം. റബീഉൽ ആഖിർ വന്നപ്പോ ജീലാനിദിനം വന്നപ്പോ സാധാരണക്കാരൊക്കെ വിചാരിച്ചത് ജീലാനി ജനിച്ചതാണെന്ന്. അല്ലാട്ടോ, അത് ജീലാനി മരിച്ചതാണ്. എന്താ ജീലാനി ജനിച്ച ദിവസം ജീലാനിദിനം ആഘോഷിക്കാത്ത? അത് റമദാൻ 1-നാണ്. ഓൾറെഡി ആ മാസം ബദരീങ്ങൾ ആണ്ടുണ്ട്. 12 മാസത്തെ സ്കെച്ച് വളരെ കറക്റ്റാണ്. നബിദിനം, ജീലാനിദിനം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട്, റിഫായ് ഷെയ്ഖിന്റെ ആണ്ട്, ഇങ്ങനെ പോവാണ്. 12 മാസത്തെ ആ കണക്ക് ഇങ്ങനെ പോവാണ്. ഇനി ഇതിൽ ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യം, റബീഉൽ അവ്വൽ മാസത്തിലെ പള്ളിയിലെ മങ്കൂസ് മൗലിദ് ഓതും. അപ്പൊ പറഞ്ഞു
വകാന ഫീ സുൽബി ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ. ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിൽ എറിഞ്ഞപ്പോൾ മുതുകത്ത് മുഹമ്മദ് നബി ഉണ്ടായത് കൊണ്ട് ലഹ്ബുഹ മുഹമ്മദ, ജ്വാല അവിടെ അണഞ്ഞു പോയി എന്നാണ് മങ്കുസ് മൗലിദ്. അടുത്ത മാസം വന്നു റബീഉൽ ആഖിർ വന്നപ്പോൾ പറഞ്ഞു كنت مع إبراهيم ملكا بناره فما بارد النيران إلا بدعوتي. ഇബ്രാഹിം നബിയുടെ കൂടെ മുഹിയുദ്ദീൻ ശൈഖാകുന്ന ഞാനുണ്ടായിരുന്നു. ഞാനാണ് ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയത്. തീ അവിടെ തണുത്തു പോകാനുള്ള കാരണം അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, രണ്ടുമല്ല. കുന്നാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ മേലെ തണുപ്പും രക്ഷയുമാകണമെന്ന് ഞാനാണ് പറഞ്ഞതെന്നല്ലാഹ്. എന്താ തണുപ്പും രക്ഷയെന്ന് പറയാനുള്ള കാരണം? കിലോമീറ്ററുകൾ ഉയരങ്ങളിലൂടെ പറന്നു പോകുന്ന പക്ഷികള് ചിറക് കരിഞ്ഞ് വീഴുമാറ് ചൂടുള്ള നമൂദിന്റെ തീക്കുണ്ടാരം ഇബ്രാഹിം നബിയെ കരിച്ചു കളയാൻ ഒരുങ്ങുമ്പോ ബർദ, അതിനെ തണുപ്പാക്കണമെന്ന് പറഞ്ഞു. കൊടിയ തണുപ്പ് വന്നാൽ അതും മനുഷ്യന്റെ ജീവന ദോഷമാണ്. അതുകൊണ്ടല്ല പറഞ്ഞു വസ്സലാമ, ബർദം വസ്സലാമ, സുരക്ഷിതമായ തണുപ്പാകണമെന്ന് പറഞ്ഞു. അല്ല പറഞ്ഞു. നമ്മള് മങ്കുസ് മൗലിദിലെ നബിദിനത്തിനോട് മുഹമ്മദ് നബിയാണ്. അടുത്ത മാസം പറഞ്ഞല്ല മൊയ്തീൻ ശൈഖാൻ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു പടച്ചോനാൻ. അടുത്ത വാക്കെന്താണ്? റബീഉൽ അവ്വൽ മാസത്ത് പറഞ്ഞ മുഹമ്മദ് നബി നൂഹ് നബിയോട് ഇസ്തിയാസ ചെയ്തതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. റബീഉൽ അവ്വൽ കഴിഞ്ഞ അടുത്ത മാസം റബീഉൽ ആഖിർ വന്നപ്പോഴോ അനകുന്തു മഅനൂഹിം ബിഅലാ സഫീനതി ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദറതി. നൂഹ് നബിയെ രക്ഷപ്പെടുത്തിയത് മൊയ്തീൻ ശൈഖാൻ എന്റെ ഖുദറത്തിലാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നും അവിടെ നിന്ന് മുഹിയുദ്ദീൻ ശൈഖിനെ പറ്റി പറയാണ്. അള്ളാന്റെ ഖുർആൻ 23-ാം അധ്യായം 26, 27, 28 ആയത്തുകളിലൂടെ നൂഹിന്റെ കപ്പലിന്റെ കഥ പറഞ്ഞിട്ട് അല്ല പറയുന്നുണ്ട്, നീയും നിന്റെ ആളുകളും കപ്പലിലൂടെ ചൊവ്വായി കഴിയുമ്പോ, രക്ഷപ്പെട്ട് കഴിയുമ്പോ നീ പറയേണ്ട വാക്കെന്താണെന്നറിയോ? ഫഖുൽ ഹംദുലില്ലാഹില്ലദീ നജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അല്ലാഹ് നിനക്കാണ് സർവസ്വതിയും എന്ന് പറഞ്ഞു. അള്ളാന്റെ ഖുർആൻ വേണോ? നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? അപ്പോ നിങ്ങൾ ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയത് മൊയ്തീൻ ശൈഖ്, നൂഹ് നബിയെ രക്ഷപ്പെടുത്തിയത് മൊയ്തീൻ ശൈഖ്. തീർന്നിട്ടില്ല കേട്ടോ, തീർന്നിട്ടില്ല. അനകുന്തു മഅ ദാവൂദ കുന്തു മഅ സുലൈമാന കുന്തു മഅ അയ്യൂബ. എല്ലാ നബിമാരുടെ കൂടെ ആരുണ്ട്? മൊയ്തീൻ ശൈഖ് ഉണ്ട്. പറഞ്ഞല്ലോ റസൂൽ മിഅ്റാജ് പോകുമ്പോ എവിടം വരെ എത്തിയെന്ന് മനസ്സിലാക്കാനാണ്. അള്ളാഹ് പഴച്ചു എന്ന് വരെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? മിഅ്റാജ് പോകുമ്പോ കോണി വഴി റസൂലുള്ളാഹി താഴേക്ക് വരുമ്പോ ഷോൾഡർ കാണിച്ചു കൊടുത്തത് മുഹിയുദ്ദീൻ ശൈഖ്. ഇന്ന് വരെ നിങ്ങൾ എഴുതി വെച്ചില്ലയോ? അതിന്റെ അനന്തരഫലമായിട്ടാണ് യജൂജ് നാട്ടെന്നും ബഹർ മുഹീത്തെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഔലിയാക്കൾക്ക് തല കാണിച്ചു കൊടുക്കണം അതൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞത് മുഹമ്മദ് നബീനെ മിഅ്റാജിൽ മൊയ്തീൻ ശൈഖ് രക്ഷിച്ചു. പക്ഷെ ഇതൊന്നും അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല, അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. ഇതിനേക്കാളും രസകരം എന്തെന്നറിയോ? എല്ലാ നബിമാരുടെ കാലത്തുണ്ട്. മുഹമ്മദ് നബീനെ രക്ഷിച്ചിട്ട് അടുത്ത വാക്കെന്നറിയോ? അല്ലാഹെ കൊല്ലുന്ന ആളെന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോൾ അവര് കൈ പീഡിപ്പഞ്ഞാനെന്നോവർ. ഹല്ലാദിനെ കൊല്ലുന്ന നാൾ ഞാൻ ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കൈ ഞാൻ പിടിക്കുമെന്നാണ്. ആരാണ് ഹല്ലാദ് എന്നറിയോ? ഹല്ലാദുൽ മൻസൂർ. ഫിറഔനിന് ശേഷം ഞാനാണ് അല്ലാഹ്, ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞു വന്ന മനുഷ്യനാണ് ഹല്ലാദുൽ മൻസൂർ. നാട്ടുകാരെ തല്ലിക്കൊന്ന മനുഷ്യനാണ്. ഞാൻ അല്ലേന്ന് പറഞ്ഞ രണ്ടാൾക്കാരെയും വെളുപ്പിച്ചവരത് സമസ്തയുടെ കിതാബിൽ കാണുള്ളൂ. ഫിറൗനിനെ വരെ വെളുപ്പിച്ചിട്ടുണ്ട്. നമ്മളെ പേടിച്ച് പുറത്തേക്ക് വരാത്തത് ഈ സമസ്തയുടെ അംഗീകൃതമായ ത്വരീഖത്തിൽ ഒരു ത്വരീഖത്താണ് അക്ബരിയ ത്വരീഖത്ത്. അക്ബരിയ ത്വരീഖത്തിലെ ആധികാരിക ഗ്രന്ഥമാണ് ഫുസൂസുൽ ഹിക്കം എന്ന് പറയുന്ന കിതാബ്.
ആ കിതാബിൽ പറയാണ് ഫിർഔൻ കാമിലായ മുഅ്മിനായിരുന്നു എന്നാണ്. മൂസാ നബിയുടെ ശത്രു ഫിർഔനായതുകൊണ്ട് ഫിർഔനിന്റെ മയ്യത്ത് മൂസാ നബി കുളിപ്പിക്കാത്തത് കൊണ്ടാണ് ഫിർഔനിനെ അല്ലാഹു മുക്കിക്കൊന്നത് എന്നാണ്. ഫഖറജ ത്വാഹിറൻ മുത്തഹറ, പരിശുദ്ധി നൽകപ്പെട്ടവനായി അള്ളാഹുവിലേക്ക് ഉയർന്ന ആളാണ് ഫിറൗൻ എന്ന് അക്ബരിയ ത്വരീഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കിതാബിന്റെ പേര് ഫുസൂസുൽ ഖന്നാൻ. നമ്മളെ പേടിച്ച് കുറേ സാധനം പുറത്തേക്ക് വരാത്തതുണ്ട്. എന്നാൽ പിന്നെ അള്ളാഹ് ഞാനാണ് അള്ളാഹ് എന്ന് വാദിച്ച ഒരാള് ഹല്ലാദുൽ മൻസൂറാൻ, ആളെ മുഹീദ്ദീൻ മാലയിലും വെളുപ്പിച്ചെടുത്തു. ആ കൊന്നോന്റെ കൈ ഞാൻ പിടിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, അപ്പോ ഞാൻ പറഞ്ഞ വിഷയത്രയേ ഉള്ളൂ. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസുകളിലോ മൊയ്‌ദി ശൈഖ് വന്ന് ഇങ്ങനെ ചെയ്തു, ഇബ്രാഹിം നബിനെ രക്ഷിച്ചു, മുഹമ്മദ് നബിനെ രക്ഷിച്ചു, ഞാൻ മിഅ്റാജിന് താഴെ വീഴുമ്പോ എന്നെ താങ്ങിയത്, ഇതൊന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാലത്തും ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയാം മുഹമ്മദ് നബിക്ക് ശേഷം ഞാൻ ഉണ്ടായിട്ടില്ല എന്നും പറയുമ്പോ അതൊരു വൈരുദ്ധ്യല്ലേ? സാധാരണക്കാരന് സത്യത്തില് ഇതിന്റെ അർത്ഥം അറിയാത്തോണ്ടാണ്. കാരണം എന്താ അറിയോ, നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ നല്ല ബഹുമാനത്തിലും ആദരവിലും ഒക്കെ മൗലൂദ് ഓതാൻ പോയിരിക്കുമ്പോ ഈ മങ്കുസ് മൗലൂദ് രണ്ടാമത്തെ ഹിക്കായത്തിലെ വഖാല ഉസ്മാൻ ഇബ്നു ഹുവൈരിസി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹിക്കായത്ത് വായിക്കുമ്പോ പള്ളിയിൽ ഇരിക്കണവരൊക്കെ പറയും റളിയല്ലാഹു അൻഹു. കാരണം ഉസ്മാൻ ഹുവൈരിസി ഒക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കൂ അത് സഹാബി തന്നെയാണെന്നാണ്. ഞങ്ങൾക്കറിയോ അമ്പലത്തിലെ പൂജാരിന്റെ പേരാണ് ഉസ്മാൻ ഇബ്നു ഹുവൈരിസി. അപ്പോ ആൾക്കാർ ഇതൊക്കെ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിങ്ങനെ പോവാന്നല്ലാതെ സാധാരണക്കാരനത് മനസ്സിലാവാത്തോണ്ടാണ്. പ്രിയമുള്ളവരെ, ഈ മതത്തിൽ വന്ന പുതിയ പുതിയ ആചാരങ്ങളിലൂടെയാണ് ശിർക്ക് സമൂഹത്തിൽ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കൽ കടന്നു വന്നത്. ഞാൻ പറയുന്നത് അടിവരയിട്ട് നിങ്ങൾ വെച്ചോ, ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ഇബാദത്തിൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത് കാണാൻ പറ്റുമോ? പ്രവാചകന്റെ കാലഘട്ടത്തിലല്ലേ നമ്മൾ കുറെ പുതിയത് കൊണ്ടുവന്നു അല്ലേ? മങ്കുസ് മൗലിദ്, ഇങ്ങനെ മൗലിദുകൾ കൊണ്ടുവന്നു, ഹദ്ദാദ് റാത്തീബ് മൗലിദുകള്, അതുപോലെ തന്നെ മജ്ലിസുൻ നൂർ, മഹദറത്തുൽ ബദരിയ, ആണ്ട്, ഉറൂസ്, കുത്താ റാത്തീബ്, ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നു. പുതിയത് ഒരു 30 വർഷം മുമ്പ് പരിചയമില്ലാത്ത ഏതൊക്കെ ആചാരങ്ങളാണ് 30 കൊല്ലത്തിന് മുമ്പ് കടന്നു വന്നത്. അപ്പൊ നമ്മൾ വാദിക്കതൊക്കെ നല്ല കാര്യമാണ്, അമലു സാലിഹാത്താൻ. ഞാൻ ഈ നാട്ടുകാരോട് പറയാൻ, നിങ്ങളുടെ ഒരു വാദത്തിന് വേണ്ടി അത് നല്ലത് എന്ന് സമ്മതിച്ചു തരാം. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് നമ്മളൊക്കെ ഹാജരാവാൻ ഈ അമലു സ്വാലിഹാത്തിന്റെ ഏടുകളൊക്കെ കൊണ്ട് ഹാജരാവുമ്പോ നമ്മളുടെ കയ്യിലെ അമലു സ്വാലിഹാത്തായിട്ട് മങ്കുസ് മൗലിദുണ്ട്, മജ്ലിസുൻ നൂറുണ്ട്, മഹദറത്തുൽ ബദരിയുണ്ട്, ഹദ്ദാദ് ഉണ്ട്, റാത്തീബ് ഉണ്ട്, ഉറൂസ് ഉണ്ട്, ജീലാനി ദിനങ്ങളുണ്ട്, നിബിധനങ്ങളുണ്ട്, അങ്ങനെ കുറെ അഭ്യാസങ്ങളൊക്കെ ആയിട്ട് നന്മയുടെ വലിയ ഏടുകളൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ പരലോകത്ത് പോയിക്കാൻ. മറുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ അവരുടെ കയ്യിലുള്ള ഏടിലെ കുത്തറാത്തിബ് കാണാനില്ല, മജ്ലിസുൻ നൂർ കാണാനില്ല, ഹദ്ദാദ് കാണാനില്ല. അവരുടെ ഏടുകളിലൊക്കെ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, തസ്ബീഹുകളുണ്ട്, ഫർളുകളുണ്ട്, അള്ളാഹിന്റെ മാർഗത്തിൽ പോരാടിയതുണ്ട്, സ്വതക്കകളുണ്ട്, വഖഫുകളുണ്ട്, രാത്രി നമസ്കാരങ്ങളുണ്ട്, റവാത്തിബ്, തഹജ്ജുദ്, വിത്ർ നമസ്കാരങ്ങളുണ്ട്, രോഗസന്ദർശനങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് അമലു സ്വാലിഹാത്തായിട്ട് അവർ നിൽക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്ന നബിയെ, അതെന്താ വേഗരക്കാരുടെ ഏടിലെ, തറയിട്ടാൽക്കാരുടെ ഏടിലൊക്കെ ഒരുപാട് പുണ്യകർമ്മങ്ങളുണ്ടല്ലോ, അതെന്താ നബി നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാതിരുന്നത്? അത് അബൂബക്കർ, ഉമറെ, നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തോണ്ടാണ്. വേങ്ങരക്കാർക്ക് മാത്രം മനസ്സിലായിട്ടുള്ള പ്രത്യേക അമലു സ്വാലിഹാത്തുകളാണ് എന്ന് പറയുന്ന ഒരു ഗതികേട് അള്ളാഹുവിന്റെ ദീനിന് ഉണ്ടാകുന്ന നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, അന്ന് എന്താണോ ദീന്? മുത്തുനബി 10 ആളെ പറ്റി പറഞ്ഞില്ലേ സ്വർഗത്തിലെ? അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങി സഅദും സഈദും സുബൈറും തുൽഹത്തും വഅബി ഉബൈദത്തും വബിനിയോ ഫിന്നാശീരിൽ കറമി. അല്ലാഹുവിന്റെ ഹബീബിന്റെ നാമം കൊണ്ട് സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞ 10ഓളം വരുന്ന സഹാബ, അവരേത് ആചാരങ്ങളെ കൊണ്ട് സ്വർഗ്ഗത്തിൽ പോയോ, ഏത് അനുഷ്ഠാനങ്ങളെ കൊണ്ട് സ്വർഗത്ത് പോയോ, ആ പാതയെ അനുധാവനം ചെയ്ത് നമുക്കും കൂടെ ആ സ്വർഗത്തിലേക്ക്. ഇനി പുതിയതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ഉള്ളത് ചൊല്ലി തീർന്നിട്ടല്ലേ നമുക്ക് പുതിയതിന്റെ ആവശ്യം തന്നെ വരുന്നുള്ളൂ. ചൊല്ലിയാ തീരാത്ത അത്രമാത്രം ദിക്റുകളുണ്ട്. മുത്തുനബിക്ക് വേണ്ടി എത്ര സ്വലാത്ത് ചൊല്ലിയാലും മതിവരാത്ത അത്രമാത്രം സ്വലാത്ത് നമുക്ക് ചൊല്ലാനുണ്ട്. ഇഷ്ടംപോലെ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്,
ഇഷ്ടംപോലെ അമല സ്വാലിഹ്, ഇതൊക്കെ ബാക്കി വെച്ചിട്ട് ഇതൊക്കെ അവഗണിച്ചിട്ടാണ് നമ്മൾ പുതിയതിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൗതുകപരമായ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ സുന്നത്തുകൾ നിങ്ങളെടുത്ത് അല്ലല്ലാത്ത ആരോടും കാണൂല. ഇപ്പൊ നമ്മൾ ഇശാഇന്റെ ബാങ്ക് കേട്ടില്ലേ? ബാങ്കിൽ നിലക്കാതെ കേട്ട നാമമാരുടേതാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. റസൂലുള്ളാഹിന്റെ നാമം മുഴങ്ങിയ ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥന ആരോടാ? അല്ലാഹുവിനോട്. اللهم رب هذه الدعوة التامة والصلاة القائمة. അല്ലാഹുവേ, പരിപൂർണമായ വിളിയുടെ നാഥാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉന്നതമായ സ്ഥാനം നീ നൽകണേ അല്ലാഹ്. ആരോടാ പ്രാർത്ഥന? അല്ലാഹുവിനോടാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ റസൂലുള്ളാഹിന്റെ മദ്ഹും ചരിത്രമൊക്കെ പറഞ്ഞൊരു വഅദ് നടന്നു എന്ന് വിചാരിക്കുക. ആ വാദിന്റെ അവസാനം ആരോടെ പ്രാർത്ഥിക്ക? അല്ലയോ പുന്നാഹാര നബിയേ, അവിടെ ഒരുപാട് മദ്ഹ് പറഞ്ഞും പാടിയുമുള്ള സദസ്സാണ്. ഇതിനെ വെറുതെ ആക്കല്ല നബിയേ. ആരൊക്കെ അരയാഭരണങ്ങളും ആരകളെ പാദസരങ്ങൾ ഊരിത്തന്നവരുണ്ടോ എല്ലാം അങ്ങ് പരിഗണിക്കണേ നബിയേ. റസൂലുള്ളാഹിനോട് പറയാ. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹത്താബങ്ങളെ കണ്ണച്ചുടുത്ത് തങ്ങള് പാപികളാണ്, തങ്ങള് ദോഷികളാണ്, തങ്ങള് അള്ളാന്റെ നബിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ. എന്നിട്ട് നമ്മൾ പറയാം അത് പ്രാർത്ഥന എന്നല്ല, അതൊരു അപേക്ഷ ഇടുന്നാൻ. ഞാൻ ചോദിക്കട്ടെ, അപേക്ഷക്ക് ലോകത്ത് ആരെങ്കിലും ആമീൻ പറയോ? ഞാൻ എന്റെ മോനെ സ്കൂളിൽ ചേർത്താൻ വേണ്ടി പോവാൻ ഞാനുണ്ട്, എന്റെ വൈഫുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ പ്രിൻസിപ്പലോട് പറയാണ് എന്റെ കുട്ടിയെ സ്കൂളിൽ ചേർത്താൻ ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ എന്റെ വൈഫ് വലതുഭാഗത്തുനിന്ന് പറഞ്ഞു ആമീൻ. അപ്പൊ പ്രിൻസിപ്പൾ പറയും ഇപ്പൊ തന്നെ കുട്ടീനെ കൊണ്ടേക്കോ, ഇത് തലക്ക് സുഖമില്ലാത്തൊരു ഫാമിലി എന്ന് പറയാം, അവിടെ ചേർക്കൂല. കൃഷിഭവനെന്ന് വിത്ത് കൊടുക്കേണ്ടി പറയുമ്പോ വാർഡ് മെമ്പറും 19 ആൾക്കാരും കൂടെ ഒരുമിച്ച് കൃഷിഭവന് പോയിട്ട് എന്റെ വാർഡിലെ 100-200 ആൾക്ക് വിത്ത് വേണമെന്ന് അപേക്ഷിക്കുന്നു പറയുമ്പോ 50 ആൾക്കാർ ബാക്കുന്ന ജമാഅത്തായിട്ട് ആമീൻ. ആരും പറയില്ല, അപേക്ഷക്ക് ആമീൻ പറയില്ല, പ്രാർത്ഥനക്കാണ് ആമീൻ പറഞ്ഞത്. ആ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം വന്നാൻ. സുന്നത്തുങ്ങളെടുത്ത് അല്ലാത്തവരോട് പ്രാർത്ഥന കാണില്ല. വിദഅത്തില്ല. ഇപ്പൊ നമ്മുടെ മുജാഹിദിനെ പറ്റി പറയും സ്വലാത്തില്ലാത്തവരാന്ന് പറയും. നമ്മൾ പറയുന്നത് മുത്തുനബിയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കനാണ്. 2 ആരോപണം പറയും. ഇവര് റസൂലുള്ളാഹിനെ വെറും ഒരു സാധാരണ മനുഷ്യനാക്കുന്നവരാണ്. അതൊക്കെ വല്ലാതെ നീട്ടിയിട്ട് പറയാ. നമ്മള് നാവുകൊണ്ട് നമ്മളത് പറയില്ല. ഒക്കെ കള്ള ആരോപണങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബ് വെറും ഒരു സാധാരണ മനുഷ്യനെന്ന് ആര് പറഞ്ഞോ? അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താ. കാരണം അല്ലാഹുവിന്റെ ഹബീബ് വെറും ഒരു സാധാരണ മനുഷ്യനല്ല, ആകാശലോകമായി ബന്ധമുള്ള നബിയാണ്, വഹിയുള്ള നബിയാണ്, മുഅ്ജിസത്തുള്ള നബിയാണ്. ആ റസൂലുള്ളാഹിന്റെ വിയർപ്പിന് പോലും കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടായിട്ടുണ്ട്. ആ റസൂലുള്ളാഹിന്റെ മുടിക്ക് ബറക്കത്തുണ്ട്. റസൂലുള്ളാഹിന്റെ മുടിക്ക് ബറക്കത്തുണ്ട്. പിന്നെന്തിനാ നിങ്ങൾ മുടിപ്പള്ളിനെ എതിർത്ത്? അത് സാറേനെ കാണിച്ച് സൂറാനെ കെട്ടിക്കാൻ ഞങ്ങളെ കിട്ടൂല എന്നുള്ളതുകൊണ്ടാണ്. ഒറിജിനൽ മുടിയാണോ ഞങ്ങള് തബറുക്കെടുക്കണ്ടാവും, ഞങ്ങളുടെ മുന്നിലുണ്ടാവും. ഞങ്ങളുടെ മുത്തുനബീനെ നമ്മളല്ലാതെ ഇനി ആർക്കാ തബറുക്കെടുക്കണ്ടേ? അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. റസൂലുള്ളാഹിനെ സാധാരണ മനുഷ്യനാ നമ്മൾ പറയില്ല. മനുഷ്യ പ്രകൃതിയുണ്ട്. ഒരു മനുഷ്യർക്കും ഇല്ലാത്ത പ്രത്യേകത. ആകാശലോകമായി ബന്ധമുണ്ട്, വഹിയുണ്ട്. സ്വർഗീയ കവാടത്തിൽ ആദ്യമായി വന്ന് നിൽക്കുന്നത്, ആദ്യമായി സ്വർഗത്തെ പ്രവേശിക്കുന്നത്, അതിവേഗത്തിൽ സിറാത്ത് പാലം കടന്നു പോകുന്നത് ഒക്കെ നമ്മളുടെ നേതാവാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതൊക്കെ വെറുതെ ആൾക്കാരെ പറ്റി. ഇനി സ്വലാത്ത് എടുത്തൊക്കെ, ആ സ്വലാത്ത് പോലും എന്തിനാ? തൗഹീദാൻ അല്ലേ? നമ്മൾ എന്തിനാ മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലുന്നേ? എന്തിനാ? നമ്മൾ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അള്ളാന്റെ ഹബീബിന് സ്ഥാനമല്ലേ? അള്ളാഹു എന്നോ വഹിയിറക്കിയതാണ്. റസൂലാണ് സ്വർഗത്തിൽ ആദ്യമായി വന്നിരിക്കണേ. റിയാദുസ് സാലിഹീൻ 1549 നമ്പർ ഹദീസില് ഒരു കൊട്ടാരം അള്ളാഹു സ്വർഗത്തിൽ പണിത് കാത്തിരിക്കുന്നു നാം മുത്തുനബിയെ. എന്നിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലിയത് എന്തിനാണ്? നമുക്ക് ഗുണം കിട്ടാനാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 ഗുണം അള്ളാഹു നമുക്ക് വേണ്ടി നൽകുമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ എതിർത്ത് എന്തിനാണെന്നറിയോ? നമ്മൾ സ്വലാത്ത് ഇല്ലാത്തവരാന്ന് പറയുന്നത് എന്തിനുണ്ടെന്നറിയോ? ഇപ്പൊ ഞാനിവിടെ ഇത്ര നേരം സംസാരിക്കുന്നുണ്ടല്ലോ, ഈ സംസാരത്തിന്റെ ഇടയിൽ എനിക്ക് തോന്നാണ് ഈ സദസ്സ് കൺട്രോൾ എന്റെ കയ്യിൽ നിന്ന് പോടുണ്ടെന്ന് കണ്ടാൽ എന്താ ഹബീബിന്റെ പേരില് സ്വലാത്ത് ചൊല്ലാത്തത്?
ഒന്ന് സ്വലാത്ത് ചൊല്ലേ. ഹബീബായ റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ്, യാ മല്ലം യംലഇൽ ബത്ന ബിശ്ശഈർ, യാ മുഹമ്മദുർ റസൂലുള്ളാഹ്, യാ മല്ലം യൽബസിൽ ഹരീർ, യാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഞാൻ ഇവിടെ നിന്നാണ് പറയുമ്പോ സദസ്സ് ഇങ്ങനെ ആവശ്യമില്ലേ? നമ്മൾ ആലോചിക്കും ഇത് എന്താണ്? ഇത് സ്വലാത്താണ്. സ്വലാത്ത് എന്ന് പറഞ്ഞ ദുആയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മുത്തുനബിക്കുന്ന ഈ ഗുണവും രക്ഷയും ഏകണേന്നാണ്. ദുആയിൽ അതിര് കടക്കാൻ പാടില്ല. ദുആയിൽ അതിര് കടക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അലറി വിളിച്ചിട്ടില്ല. സ്വലാത്തിന് ആ മനോഭാവത്തിൽ ഇവിടെയും സ്വലാത്ത് ചൊല്ലും. ആ സ്വലാത്ത് കച്ചവടത്തിൽ നമ്മൾ നിൽക്കലില്ല. രണ്ട്, ഈ പ്രസംഗത്തിനിടയിൽ എനിക്കിത്തിരി വെള്ളം കുടിക്കണം. ഞാൻ എന്താ പറയുക, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തത് ഒരു 10 സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഞാനത് ഓണാക്കിയിട്ടിട്ട് ഞാൻ പോയി വെള്ളമൊക്കെ കുടിച്ചു വരാം. അതിന്റെ ഇടയിൽ നിങ്ങൾ ഇന്നിങ്ങനെ സല്ലല്ലാഹു, ആ പരിപാടിക്ക് നമ്മൾ നിൽക്കലില്ല. പറഞ്ഞു സ്വലാത്തില്ല ചോരാൻ. ഞാനിവിടെ തറയിട്ടാൽ വന്നിട്ട് പറഞ്ഞു ഈ പരിപാടിക്ക് ഒരുപാട് ചെലവുണ്ട്, കസേരക്കും മൈക്കിനൊക്കെ ചെലവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സ്വലാത്ത് ചൊല്ലി പൈസ എന്ന് പോവാ. ഈ മൈക്ക് ഞാൻ അവിടെ ചെരിച്ചു വെച്ച് ഒരു ബക്കറ്റ് അവിടെ വെച്ച് കസേരട്ട് അവിടെ ഇന്ന് പൈസ ഉള്ളവരൊക്കെ കയറി വരാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 500 നോട്ടുള്ളവരൊക്കെ ഒന്ന് ഫ്രണ്ടോട്ട് കയറി വരാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ പണിക്ക് നമ്മൾ നിൽക്കൂല. പറഞ്ഞു സ്വലാത്തില്ല ചോരാൻ. പിന്നെ പ്രസംഗം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലിപ്പിക്കും. സത്യത്തില് അവിടെ സ്വലാത്ത് അല്ലാത്തത് ആരാന്നറിയോ? ഉസ്താദുമാരാണ്. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി, ഒന്ന് പരിശോധിച്ചാൽ മതി. വാഴ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലുമ്പോ ഇല്ലേ, മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിൻ അഴകാണോ സല്ലല്ലാഹു അലാ. ഓണാക്കലേ ഉള്ളൂ. ആമീന ബീവി പൊന്നുമ്മ ആലത്തിൻ മുത്തേ സല്ലല്ലാഹു അലാ. ഈ പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കൂല. പിന്നെ ഇപ്പണ്ട് പുതിയൊരു സലാത്ത് ചവിട്ടിക്കയറ്റുന്ന പരിപാടി. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു സ്ലിപ്പ് കൊണ്ടുവരും. അതിൽ നമ്മൾ എഴുതണം ഞങ്ങൾ ഇത്ര സ്വലാത്ത് ചൊല്ലി എഴുതി കൊടുക്കണം. ഈ 2010 ശേഷം നമ്മളിത് കാണാൻ തുടങ്ങിയത്. ഇപ്പൊ എന്റെ വീട്ടിലൊരു സ്ലിപ്പ് വന്നാൽ ഞാൻ അതിൽ എഴുതണം ഷാഫി ഹുസൈൻ 6214 സ്വലാത്ത്, എന്റെ ഉമ്മാന്റെ പേര് ഇത്ര സ്വലാത്ത്, വൈഫിന്റെ പേര് ഇത്ര സ്വലാത്ത്. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് പള്ളിയിലോ ആ പറഞ്ഞ സെന്ററിലോ നമ്മൾ കൊടുത്താൽ ബായാർത്ഥങ്ങളോ കൂറത്തങ്ങളോ വന്നിട്ട് അത് മുഴുവൻ റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യും, ചവിട്ടിക്കയറ്റി അയച്ചു കൊടുക്കുന്ന അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പോ ഈ സ്വലാത്ത് ചവിട്ടിക്കയറ്റുന്ന പരിപാടി നമ്മൾ അതിനെ എതിർത്തു. നമ്മൾ പറഞ്ഞു തറയിട്ടാറിന്റെ ഉമ്മ, വേങ്ങരയിലെ ഉമ്മ ചൊല്ലിക്കോ, മുത്തുനബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കോ. അത് പ്രവാചകനെത്തിക്കാൻ അല്ലാഹു മലായിക്കത്തുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വീടിന്റെ അകത്തലങ്ങളിലൂടെ ചൊല്ലിക്കോ, ചുണ്ടുകളെ തത്തിക്കളിക്കട്ടെ, സ്വലാത്തിനാൽ തത്തിക്കളിക്കട്ടെ. ഒരു വീഴ്ചയും അതിൽ വരുത്തണ്ട, സ്വലാത്തിൽ കുറവ് വരുത്തണ്ട. ഇതല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇനി എന്താ വിഷയം എന്നറിയോ? ഒറിജിനൽ സ്വലാത്ത് അത് നമ്മൾ അറിയണില്ലേ? അത് തൗഹീദ്. എന്തിനാ നമ്മളിങ്ങനെ സ്വലാത്തിന്റെ തൗഹീദ് ഉറപ്പിക്കാനാ? മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ നബിയോട് തേടാനില്ല. ആ റസൂലുള്ളാഹിക്ക് വേണ്ടി അല്ലാഹുവോട് പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള നബിമാരുടെ പേര് കേൾക്കുമ്പോ അവരോട് തേടാനില്ല. അവർക്ക് വേണ്ടി അല്ലാഹുവോട് പറഞ്ഞോ അലൈഹിസ്സലാം. ലോകത്തിലെ ഏറ്റവും വലിയ സഹാബത്താണ്. വൈദീശേഖിനെക്കാളും അമ്പരത്തെ തങ്ങളെക്കാളും CM മടവൂരിനെക്കാളും എത്രയോ മുകളിലാണ് റസൂലുള്ളാഹിന്റെ സഹാബ. അവരുടെ പേര് കേൾക്കുമ്പോ പറഞ്ഞോ റളിയല്ലാഹു അൻഹും. അവരോട് തേടാനില്ല. അവർക്ക് വേണ്ടി അല്ലാഹുവോട് മഹാന്മാരുടെ പേര് കേൾക്കുമ്പോഴും മുസ്ലിമേ റഹ്മത്തുള്ളാഹി അലൈഹി, അവർക്ക് വേണ്ടി അല്ലാഹുവോട് അവരോട് തേടാനില്ല. സ്വലാത്തും തൗഹീദ്. നമ്മള് ഇതിന്റെ വ്യത്യാസം എവിടെ നിന്നറിയോ? നിങ്ങൾ റസൂലുള്ള പഠിപ്പിച്ച സ്വലാത്ത് എടുക്കുക, കോഴിക്കോട് നിന്ന് പഠിപ്പിച്ച സ്വലാത്ത് കൊടുക്കുക. കോഴിക്കോട് നിന്ന് പഠിപ്പിച്ച സ്വലാത്ത് എടുക്കാൻ വളരെ സുഖമാണ്. താജുസ് സ്വലാത്ത് എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. ഒരു സ്വലാത്തിന്റെ പേര് തന്നെ താജുസ് സ്വലാത്താണ്. ആ പുസ്തകത്തിൽ 110ഓളം സ്വലാത്തുണ്ട്. ഓക്കെ, ഒരു ഭാഗത്ത് ഖുർആൻ ആയത്തിറങ്ങി,
റസൂലുള്ളാഹിന്റെ അടുക്ക സഹാബത്ത് വന്ന് പറഞ്ഞ സ്വലാത്ത് അത് ഞാൻ പറഞ്ഞുതരാം. അല്ലേ, നമുക്കെന്താ പ്രശ്നം എന്നറിയോ? ഈ സ്വലാത്ത് ഏതാ നമുക്കറിയില്ല. വേങ്ങരയിൽ തറയിട്ടാലിലെ ഒരു സാധാരണക്കാരന്റെ അടുത്ത് വന്ന് നമ്മൾ ചോദിക്കാൻ മുത്തുനബിക്ക് വേണ്ടി എങ്ങനെയാ സ്വലാത്ത് ചൊല്ലേണ്ടേ? നമ്മൾ പറയും അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ തം. അല്ല മോനെ, ആര്യ സ്വലാത്തല്ലടാ, ഈജിപ്തിൽ നിന്ന് വന്നതല്ലേ, മുത്തുനബിയുടെ നാവുകൊണ്ട് പഠിപ്പിച്ച ഒരു സ്വലാത്തില്ലേ, അതേത് അങ്ങനെ ഒരു സ്വലാത്ത്? നമ്മുടെ അത്തഹിയ്യാത്തിൽ ചൊല്ലണ സ്വലാത്തില്ലേ? അപ്പൊ എവിടെ നിന്ന് ചൊല്ലണം എന്നറിയോ? അത്തഹിയ്യാത്തിൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തുലില്ല. അവിടെ നിന്ന് ഇങ്ങനെ ചൊല്ലി വരുമ്പോ കിട്ടി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അത് സ്വലാത്താണെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട് ഖുർആനിൽ. ഞാൻ പറയട്ടെ, ഖുർആനിൽ ഒരു ആയത്തിറങ്ങുക, ആ ആയത്തുമായി ബന്ധപ്പെട്ട് മുത്തുനബി ഒരു സ്വലാത്ത് പഠിപ്പിക്കുക, അതിനേക്കാളും പുണ്യമുള്ള ഒരു സ്വലാത്ത് ഇനി ആർക്കെങ്കിലും പഠിപ്പിച്ചു തരാൻ പറ്റുമോ? എന്തേ ആ സ്വലാത്ത് നമ്മൾ ചൊല്ലാത്തെ? ഖുർആനിലെ മനോഹരമായ ആയത്തല്ലേ, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹു മുത്തുനബിക്ക് വേണ്ടി ഗുണം ചെയ്യുന്നുണ്ട്, മലക്കുകൾ ഗുണത്തിന് വേണ്ടി തേടുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. വിശ്വാസികളെ, ധാരാളമായി സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലണേ. ഖുർആനിൽ ആയത്തിറങ്ങി, സഹാബത്തോടി വന്നു, റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് ചോദിക്കുന്നു, നബിയേ, അങ്ങയോട് എങ്ങനെയാണ് സലാത്ത് ചൊല്ലാനുള്ളത് നബിയേ? സലാം പറയാനങ്ങ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. കൈഫ നസല്ലൂഹു അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാ സ്വലാത്ത് ചൊല്ലാനുള്ളത്? റിസാലത്തിന്റെ പൂച്ചുണ്ടുകൾ ചലിക്കുകയാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ അല്ലാഹ്, അവിടുത്തെ കുടുംബത്തിന് നീ ഗുണം ചെയ്യണേ അല്ലാഹ്. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്ത പോലെ വീണ്ടും അല്ലാഹുവോട് പറയുന്നുണ്ടല്ലോ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്ത പോലെ മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബത്തിനോ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. മുഹമ്മദ് നബിക്ക് വേണ്ടി അല്ലാഹുവോട് തേടാനാ, റസൂലുള്ളാഹിനോട് തേടാനല്ല. കണ്ടോ, അത് ഒറിജിനൽ സ്വലാത്താണ്. ഇനി കോഴിക്കോട് നിന്ന് പഠിപ്പിച്ച സ്വലാത്ത് ഏതാ? ഹുദബിയദീ കദലാക തഹീലതി വഅദ്രിക്നി യാ റസൂലല്ലാഹ്. ഹുദബിയദീ, എന്റെ കൈക്കൊന്ന് പിടിക്കണോ. കദലാക തഹീലതി, എന്റെ സൂത്രമൊക്കെ ഇടുങ്ങി പോയിട്ടുണ്ട്. വഅദ്രിക്നി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് സ്വീകരിക്കണേ നബിയേ. റസൂല് പഠിപ്പിച്ചതിൽ അല്ലാഹുവോട് നബിക്ക് വേണ്ടി, കോഴിക്കോട് നിന്ന് പഠിപ്പിച്ചതിൽ നമുക്ക് വേണ്ടി നബിയോട്. ഏത് വേണം? റസൂലുള്ള പറഞ്ഞത് തൗഹീദാണ്, കോഴിക്കോട് നിന്ന് പഠിപ്പിച്ചത് ശിർക്കാൻ. ഏതാ വേണ്ട നമ്മൾ സ്വീകരിക്കുക? ഞാൻ പറഞ്ഞ സുന്നത്ത് നിങ്ങൾ ഏതെടുത്ത് തൗഹീദ് അല്ലാതെ കാണൂല. ഇനി നിങ്ങൾ ആലോചിച്ചൊക്കെ സുന്നി മുജാഹിദ് ജമാഅത്ത് തർക്കം വേണ്ട. അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ കയറി എന്ന് വിചാരിച്ചോ, കൈകെട്ടി നമ്മൾ എന്താ പറയാ? അല്ലാഹു അക്ബർ. സമസ്ത പറയും അല്ലാഹു അക്ബർ, സലഫി പറയും അല്ലാഹു അക്ബർ, ജമാഅത്തുകാരൻ പറയും അല്ലാഹു അക്ബർ, തബ്ലീഗുകാരൻ പറയും അല്ലാഹു അക്ബർ. എന്നിട്ട് ദുആഉൽ ഇഫ്തിതാഹ് അല്ലാഹുമ്മ ബഅഇദ് ബൈനി എന്നുള്ള ദുആയാവട്ടെ, ഹനഫി മദ്ഹബുകാരന്റെ സനാ ആവട്ടെ, ഇനി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ, നമ്മുടെ നാട്ടിലെ ഷാഫി മദ്ഹബുകാരൊക്കെ ഭൂരിപക്ഷം ചെല്ലുന്ന ദുആഉൽ ഇഫ്തിതാഹ് അതാണ്. എന്താ അല്ലാഹുവോട് പറയണേ? പടച്ചോനെ, നിന്നേക്ക് മുന്നിട്ടിരിക്കുന്നു അല്ലാഹ്. ഇന്ന സ്വലാത്തി വനുസുക്കി, എന്റെ നമസ്കാരമില്ലയോ, വനുസുക്കി എന്റെ ബലികർമ്മങ്ങളില്ലയോ, എന്റെ മറ്റാരാധനകളില്ലയോ, വമഹ്യായ വമമാതി, എന്റെ ജീവിതമില്ലയോ, മരണമില്ലയോ, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം അത് ഹദീസാണ്, ദീനാണ്. എന്റെ നമസ്കാരം അല്ലാഹ്, എന്റെ ബലികർമ്മങ്ങൾ. മൊയ്തി ശേഖിന്റെ പോത്തില്ല, മമ്പുറത്ത് ആടില്ല. നോക്കേ, നിങ്ങൾ നോക്ക്, അവിടെ നിന്ന് മൊയ്തി ശേഖിന്റെ കോഴിയില്ല, ബദ്രീങ്ങളുടെ പോത്തില്ല. ഒക്കെ അല്ലാഹുവോട് പറഞ്ഞു, പടച്ചോനെ, ബലികർമ്മം നിനക്കാണ്, നിനക്കാണ്. എന്റെ ജീവിതം, എന്റെ മരണം അല്ലാഹ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അല്ലാഹു ശൈത്താന്റെ ശർറിൽ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇശാ നിസ്കാരത്തിലൊക്കെ നമ്മളത് പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ മജ്ലിസുൻ നൂറുണ്ട്, ഒന്ന് മാറ്റി പിടിച്ചു. നിസ്കാരത്തിന്റെ ഇടയിൽ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അല്ലാഹു ശൈത്താനിന്റെ ശർറിൽ നിന്നോട് കാവൽ ചോദിക്കുന്നു.
മജ്‌ലിസുൻ നൂർ തുടങ്ങിയപ്പോഴോ ദാഹം ഔത്തത് കൂട്ടിയിടും ഇബ്ലീസ് കോസിനെ കാട്ടിയിടും നേരം ലഹീനവനാട്ടുവാൻ ബദരീങ്ങളാൽ ചുണറബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മറുപടിയെങ്കിലും നമ്മളൊന്ന് പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി ഇല്ലേ? ഒരാൾ പറഞ്ഞു മരിക്കണ നേരത്തെ ഇബ്ലീസ് വെള്ളം കൊണ്ടുവരുമ്പോ ബദരീങ്ങളുടെ കാവല് തന്നെ പടച്ചോനെ. അപ്പൊ മറ്റും പറയാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോ നിങ്ങൾ ആലോചിക്കുക, മരിക്കണ നേരത്ത് ഇബ്ലീസ് വെള്ളം കൊണ്ടുവരുമ്പോ ബദരീങ്ങളുടെ കാവല് തരണേ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? സാക്ഷാൽ ബദറിന്റെ രണഭൂമിയില് പങ്കെടുത്ത ആളാണ് ഇബ്ലീസ്. ബദരീങ്ങളെ കണ്ടിട്ട് ഇബ്ലീസ് ഓടിയിട്ടില്ല. ഞാൻ ബദരീങ്ങൾ മോശക്കാരെന്നല്ല, സ്വഹാബത്തിനിടയിൽ ഉന്നത സ്ഥാനമുള്ളവരാണ് ബദരീങ്ങള്, അള്ളാന്റെ അടുക്കൽ സ്ഥാനമുള്ളവരാണ് ബദരീങ്ങള്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മലായിക്കത്തുകൾക്ക് മലക്കുകളുടെ കൂട്ടത്തിൽ സ്ഥാനമുള്ളവരാണ്. അപ്പൊ ബദർ നിസ്സാരല്ല, ബദരീങ്ങൾ നിസ്സാരക്കാരല്ല. പക്ഷേ പഠിക്കേണ്ട വിഷയം പ്രമാണങ്ങളിലൂടെ പഠിക്കണം. ബദറിന്റെ രണഭൂമിയിൽ പങ്കെടുത്ത ആളെ ഇബ്ലീസ്. 300 ചില്ലാനം വരുന്ന സ്വഹാബത്തിനെ കണ്ട്, ശുഹദാക്കളെ കണ്ട് ഇബ്ലീസ് ഓടിയില്ല. പിന്നെ ഇബ്ലീസ് ഓടിയത് എപ്പോഴാണെന്നറിയോ? ആകാശത്ത് നിന്ന് റബ്ബിന്റെ മലായിക്കത്തുകൾ അടരാടുന്നത് കണ്ടപ്പോ ഇബ്ലീസ് പറയുന്നുണ്ട്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു എന്നാ. ഇബ്ലീസ് പേടിച്ച അല്ലാഹനോട് ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കാം. ഇബ്ലീസ് പേടിച്ച അല്ലാഹനോട് ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കാൻ. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ നോട്ട് ചെയ്ത് എന്റെ ഫോണിൽ ഫീഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊക്കെ മാലകളും ഏതൊക്കെ ബൈത്തുകളുണ്ടോ അതിലൊക്കെ ചോദിക്കുന്നുണ്ട്. മരിക്കണ നേരത്ത് അവരുടെ ഒക്കെ കാവല് ചോദിക്കുന്നുണ്ട്. സത്യത്തില് ഒരു സമസ്തക്കാരൻ മരിക്കണ നേരത്ത് അവൻ തേടിയവരൊക്കെ സഹായിക്കാമെന്ന വീട്ടിൽ സ്ഥലം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. കാരണം അത്രയും ആളുകളെ മരിക്കണ നേരത്ത് വിളിക്കുന്നുണ്ട്. ഇനി ഞങ്ങളോട് ഒന്നുകൂടെ പറയാൻ നോക്കി, അല്ലാഹ് പറഞ്ഞു കാവല് ചോദിക്കേണ്ടത്. ഇബ്ലീസ് പേടിച്ച അല്ലാഹനോടെ. നിങ്ങൾ സൂറത്തുൻ നാസിലെ അതറിയാത്ത ഒരു സാധാരണക്കാരോട് ഉണ്ടാവില്ലല്ലോ. അതിൽ അല്ലാഹ് ആരോട് കാവല് ചോദിച്ചിട്ട് നമ്മളോട് പഠിപ്പിച്ചേ? അതൊന്ന് ഹൃദയത്തിൽ തട്ടിപ്പടിച്ചൊക്കെ. മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീഹി സുദൂരിന്നാസ്. മനുഷ്യ മനസ്സിൽ ദുർമന്തം നടത്തി പിന്മാറി കളയുന്ന ശൈത്താനിന്റെ ശർറിൽ നിന്ന് കാവല് ചോദിക്കേണ്ടതാരോടാ? ജനങ്ങളുടെ രാജാധിരാജനായ, ജനങ്ങളുടെ ആരാധ്യനായ, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ് നിന്നോട് കാവല് ചോദിക്കുന്നു. അല്ലാഹ് സംശയത്തിന് എവിടെയാ ഒരു പഴുതല്ലേ? ദുർമന്തം നടത്തി പിന്മാറി കളയണോന്റെ ഷർന്ന് 3 സിഫത കൊടുത്തേ. ജനങ്ങളുടെ ഇലാഹ്, ജനങ്ങളുടെ മലിക, ജനങ്ങളുടെ റബ്ബ് അവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവോട് നിങ്ങൾ കാവൽ ചോദിക്കുക. ഇത് മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. അപ്പോ ഏത് സുന്നത്തായ നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ പേരിൽ ആരംഭിച്ചു നോക്കി, എല്ലാ പ്രാർത്ഥനകൾ അല്ലാഹുവിനോടാണ്. ഫാത്തിഹയിലൂടെ കടന്നു പോകുമ്പോ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ നേർമാർഗത്തിലാക്കാൻ അല്ലാഹുവിനോട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുത്തുബിയത്തിന് ചെല്ലുമ്പോഴാണ് മൊയ്‌ദി ശൈഖിനോട് നേർമാർഗത്തിലാക്കാൻ ചോദിക്കണേ. സുന്നത്തിൽ എവിടെയും പാളിയിട്ടില്ല. അത് ചോദിച്ച് മനുഷ്യന്മാരെ വിട്ട് നബിമാരെ വിട്ട് ജിന്നുകൾ വരെ എത്തിയിട്ടുണ്ട്. കാരണം എന്താ അറിയോ? കുത്തുബിയത്ത് സാധാരണക്കാരങ്ങനെ പോയിരിക്കുള്ളൂ. അതിൽ ആരോടൊക്കെ ഫാത്തിഹ ആർക്കൊക്കെ ബറക്കത്തിന് വേണ്ടി അയച്ചു കൊടുക്കണമെന്നറിയോ? മിനൽ ജിന്നി വൽ ഇൻസി ഖുബറാഇഹിം വറസായിഹിം. ജിന്നിലെ ഔലിയാക്കളെ നേതാക്കന്മാർ, ജിന്ന ഔലിയാക്കളെ അഹ്മർ വതംറയാത്ത് വഹസൽ ലഹ്കൂഷ് മൈമൂർ ഹദലയാത് نستلسوش ميمون سنكو شتدسكوش أبيض شمهور شزوبيا الذين آهدوا الله ونبيه سليمان عليه السلام. നിങ്ങളെ വിചാരിക്കും ഞാൻ വെറുതെ തശ്വിഷ് എന്നിങ്ങനെ പറഞ്ഞതാണ്. ഞാൻ ഇരുന്ന് പഠിച്ചതാ. നിങ്ങള് വേണമെങ്കിൽ നോട്ട് ചെയ്തോ. 11 ജിന്ന ഔലിയാക്കൾക്കാണ് ഫാത്തിഹ അയച്ചു കൊടുക്കുക. അഹ്മർ, തംറയാത്ത്, ഹസ്തസ് ലഹ്കൂഷ്, മൈമൂൻ, ഹദലയാത്, നസ്തലസ്കൂഷ് മൈമൂൻ, സുൻഇക, ശതദസ്കൂഷ്, അബിയല, ശംഹൂറഷ്, സൗബിഅ. 11 ജിന്ന ഔലിയാക്കൾക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുക.
ആരാ പഠിപ്പിച്ചേ? ഏത് വഹീന്റെ അടിസ്ഥാനത്തില്? അപ്പൊ സുന്നത്തിലല്ല പ്രശ്നം, ബിദ്അത്ത് കടന്നു വന്നപ്പോ അതിലൂടെയാണ് റബ്ബല്ലാത്തവരോട് തേടിയത്. പ്രിയമുള്ളവർ, ഒരൊറ്റ മേഖല അത് മാത്രം വിശദീകരിച്ച് ഞാൻ പറയാ. നിങ്ങൾ ഖുർആനും മാല മൗലിദും തമ്മിൽ എടുത്തോ. വിശുദ്ധ ഖുർആൻ ഇബാദത്തല്ലേ പാരായണം ചെയ്യല്? ഒരു ഹർഫിന് 10 നന്മയില്ലേ? മുത്തനബി പഠിപ്പിച്ചതല്ലേ? ഈ വാക്ക് അണ്ടർലൈൻ ചെയ്തോ. ഏറ്റവും സ്വീകാര്യനായ ഉസ്താദിന്റെ കയ്യിൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി കൊടുത്തിട്ട് പറയും, ഉസ്താദെ, ഈ ഖുർആൻ ഇറങ്ങിയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണല്ലോ. അതെ, ആ റസൂലുള്ളാഹിക്ക് മുമ്പ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഇവിടെ കടന്നു പോയിട്ടുണ്ടല്ലോ. ഉണ്ട്. ദേവിമാരും മഹാന്മാരും കടന്നു പോയിട്ടുണ്ടല്ലോ. ഉണ്ട്. എങ്കിൽ ഈ വിശുദ്ധ ഖുർആനിൽ മുൻകഴിഞ്ഞ ഏതെങ്കിലും ഒരു പ്രവാചകനോടോ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടോ, ഏതെങ്കിലും ഒരു പ്രവാചകന് അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ടോ ഒരു പ്രാർത്ഥന, ഒന്ന്, അധികം നമ്മൾ പറയണില്ല, ഏതെങ്കിലും ഒരു പ്രാർത്ഥന കാണിച്ചു തരാൻ കഴിയോ? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ കഴിയില്ല. മുൻകഴിഞ്ഞ നബിമാരോടോ അവരുടെ ഹക്ക് ജാഹ് ബറക്കത്തോണ്ടോ അല്ലാഹു കൊടുത്ത കഴിവുകൊണ്ടോ ഒരു പ്രാർത്ഥന പോലും അള്ളാന്റെ ഖുർആനില്ല. എന്ന ഖുർആനിലുണ്ട്. സ്ക്വയർ ഫീറ്റ് കണക്ക് പേപ്പർ ഉണ്ടോ? 160-ലധികം വരുന്ന പ്രാർത്ഥന കാണാ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, റബ്ബി ഇബ്നി ഇൻദക ബൈതൻ ഫിൽ ജന്നാ വനജ്നി മിൻ ഫിർഔന വഅമലി വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്നിയ ദുർറു വഅൻത أرحم الراحمين قال رب انصرني بما كذبون سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد فأتي بكر آل عمران نساء المائدة أنام عرفا فارطا ويونس يوسف آل إبراهيم നീണ്ടു കിടക്കുന്ന ഖുർആനിന്റെ 114 അധ്യായങ്ങളിലോ മുൻകഴിഞ്ഞ പ്രവാചകനോടോ അല്ലാഹു കൊടുത്ത കഴിവുകൊണ്ടോ ഹക്ക് ജാഹ് ബറക്കത്തോണ്ടോ ഒരു പ്രാർത്ഥനയില്ല. ഇനി ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ കടന്നു വന്നു. വീട്ടിലേക്ക് കയറുമ്പോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ, പുതുവസ്ത്രം ധരിക്കുമ്പോ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോ, ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങളെ ഭയപ്പെടുമ്പോ, കടക്കടിയിലൂടെ കുടുങ്ങുമ്പോ റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്നല്ലാതെ ഒരു പ്രാർത്ഥന പോലും കാണാൻ സാധ്യമല്ല. അതുപോലെ പ്രിയമുള്ളവരെ, നമുക്ക് ഇനി പ്രിയമുള്ളവരെ അതിന്റെ അപകടങ്ങൾ കൂടെ മാലമൗലിദുകളിലൂടെ കടന്നു വരുമ്പോ മഹാന്മാരെ മോശക്കാരാക്കുകയില്ല. മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിലാണോ തേടുന്നതെങ്കിലോ, പേരിലാണ് മൗലിദുകളെങ്കിൽ തേട്ടം മുഹിയുദ്ദീൻ ശൈഖിനോടാണ്. ആരാണ് മുഹിയുദ്ദീൻ ശൈഖ് എന്നറിയോ നിങ്ങൾക്ക്? ആരാണ് മുഹിയുദ്ദീൻ ശൈഖ് എന്നറിയോ? ചോദിക്കുന്ന നേർമാർഗം തരാൻ, നരകത്തിയിൽ നിന്ന് കാവൽ ചോദിക്കാ, ഖബറിലെ അദാബുകളിൽ നിന്ന് വരെ രക്ഷ ചോദിക്കാ മുഹിയുദ്ദീൻ ശൈഖിനോട് തേടുന്നവര് ആരാണ് ശൈഖ് എന്നറിയുമോ നിങ്ങൾക്ക്? അങ്ങ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ പരമ്പരയിലൂടെ കടന്നു വന്ന ആളാണെങ്കിൽ യസീദിന്റെ ഭരണകാലഘട്ടങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ പിതാവ് നാടുവിട്ട് കാസ്പിയൻ കടൽ തീരത്തുള്ള കൈലാൻ എന്ന് പറയുന്ന പട്ടണത്തിലൂടെ താമസമാവുകയാണ്. അവിടെ വെച്ചുകൊണ്ടാണ് അബ്ദുൽ ഖാദർ ജീലാനി, സ്ഥലപ്പേരിനോട് ചേർത്തുകൊണ്ടാണ് ജീലാനി, അബ്ദുൽ ഖാദർ ജീലാനി എന്ന് കുഞ്ഞു ജനിക്കുന്നത് എങ്കിലോ ചെറുപ്പത്തിലെ വാപ്പ മരിച്ച യതീമായ മകന് ഉമ്മയാണ് പാർസി ഭാഷയിലൂടെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുന്നത് എങ്കിലോ 18 വയസ്സാകുമ്പോ ദീന് പഠിക്കാനായി പറഞ്ഞു വിടുന്നത് എവിടേക്കാണെന്നറിയുമോ? 300 മൈലുകൾക്കപ്പുറമുള്ള ഇറാഖിന്റെ ബാഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിലേക്കാണെങ്കിലോ അവിടെ പ്രധാനപ്പെട്ട ഉസ്താദുമാരിലോ
ഹദീസുകളിലൂടെ കാണാം. അല്ലാമാ യൂസുഫ് ബിൻ അയ്യൂബിൽ ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതനുണ്ടെങ്കിൽ ഖുർആനിലും ഹദീസിലും അറബി ഭാഷകളിലുമുള്ള പഠനം നടത്തിയിട്ട് 26-ാമത്തെ വയസ്സിലോടെ പഠനം പൂർത്തിയാക്കുമ്പോ ഉസ്താദ് പറയുന്നുണ്ട്, മോനെ ജനങ്ങൾ അന്ധവിശ്വാസങ്ങളിലാണ്, അനാചാരങ്ങളിലാണ്, തൗഹീദിന്റെ ധ്വജവാഹകനായി മാറണമെന്ന് പറഞ്ഞപ്പോ വിവാഹം കഴിക്കാത്ത 26-കാരൻ ഇറങ്ങുകയാ. കവലകളായ കവലകൾ മുഴുവൻ തൗഹീദിന്റെ പ്രഘോഷണങ്ങളെ തീർക്കുകയാണ്. ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്നത് 52-ാമത്തെ വയസ്സിലാ. അന്ന് നാട്ടുകാര് വിളിച്ച പേരാണ് മുഹിയദ്ദീൻ. 92-ാമത്തെ വയസ്സിലാണ് വിവാഹം അദ്ദേഹം വിട പറയുന്നത്. അതിനിടയിൽ 4 വിവാഹമാണ് കഴിച്ചത്. 27ഓളം ആൺമക്കൾ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. റബീഉൽ ആഖിർ 11-ന്റെ വൈകുന്നേരം മരണക്കിടക്കയിലൂടെ കിടക്കുമ്പോ മൂത്ത മകനും പണ്ഡിതനുമായ ശൈഖ് അബ്ദുൽ വഹാബ് ചോദിക്കുന്നുണ്ട്, വാപ്പാ എന്തെങ്കിലും ഒരു വസിയത്ത് നൽകുമോ എന്ന് ചോദിക്കുമ്പോ, മോനെ ജീവിതത്തിൽ ആശ്രയം കാണാ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നാണ്. അല്ലാഹനെ ഭയപ്പെടണേ, അല്ലാഹ്ക്കെതിരെ ആരെയും നീ ഭയപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ അബ്ദുൽ ഖാദർ ജീലാനി നമുക്കറിയുമോ? നമ്മളതൊന്നും പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കിതാബ്, നമ്മള് ഫക്കീറിന്റെ ഘോരത്തിൽ ഗർഭത്തുനിന്ന് പുറത്തുചാടി വത്തക്ക ചോദിച്ച കഥ, വയനാട്ടിലെ പച്ചവേഷത്തിൽ കുതിരപ്പുറത്ത് വന്ന കഥ, ഇതൊക്കെ നമുക്ക് അറിയുള്ളൂ. അദ്ദേഹം പഠിച്ച പണ്ഡിതന്. അദ്ദേഹത്തിന്റെ കിതാബുകൾ ഏതെന്നറിയോ? നമ്മൾ പറയും മൊഹീദ്ദീൻ മാല, മൊഹീദ്ദീൻ മൗലൂദ്, കുത്തുബിയ്യത്ത്. മൊഹീദ്ദീൻ മാല കോഴിക്കോട് നിന്നുണ്ടാക്കിയതാ. കുത്തുബിയ്യത്ത് തമിഴ്നാട്ടിലെ കായൽപട്ടണം സ്വദേശി സദഖത്തുല്ലാഹിൽ കാഹിലി. അദ്ദേഹം ജനിക്കണത് തന്നെ 1040-ലാണ്. നിങ്ങൾക്കൊന്നും വേണ്ട, ഹജ്ജിനും ഉംറയ്ക്കൊക്കെ സൗദി അറേബ്യയിലൊക്കെ പോകുമ്പോ മക്കയിൽ ചെല്ലുമ്പോ ജരീർ പബ്ലിക്കേഷൻസ് ഉൾപ്പെടെയുള്ള ബുക്ക് സ്റ്റാളില് നിങ്ങൾ ചോദിക്കാറുണ്ട് മുഹിയുദ്ദീൻ മാല ഒരു കുത്തുബിയ്യത്ത്, അവരിങ്ങനെ മേപ്പെട്ടു വെക്കും. പക്ഷെ നിങ്ങൾ ചോദിക്ക്, അബ്ദുൽ ഖാദർ ജീലാനിയുടെ കിതാബുണ്ടോ? അവിടെ നിങ്ങൾക്ക് തരും ഫത്ഹുർ റബ്ബാനി, ഫത്ഹുൽ ഗൈബ്, മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയപ്പെടുന്ന വലിയ താലിബീൻ. അതിന്റെ നമ്മുടെ പള്ളിയിൽ നമ്മളെ പഠിപ്പിക്കാത്തെ, അത് പഠിപ്പിച്ചാൽ അവിടെ ഊതി വീർപ്പിച്ച സമസ്തവും അത് തകരും. ഒറിജിനൽ ഷേഖിന്റെ കിതാബ് അത് നമ്മളോട് പറഞ്ഞു തരില്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ ആ കിതാബുകളൊക്കെ മൂടി വെച്ച് നമ്മൾ ഈ ഉണ്ടാക്കിയ മാലയുടെ പിന്നാലൊക്കെ ഇങ്ങനെ ഓടിയതാണ്. അത് മുഹീദ്ദീൻ ഷേഖിനൊട്ട് അറിയൂല. അവിടെ നിൽക്കട്ടെ. ഇനി ബദർ മൗലിദാണ്, ബദർ ബൈത്താണ്. തേട്ടം ആരോട്? ബദരീങ്ങളോടാണ്. يا من به حل الردى وهم بهم نكيدا كل نادي مستنجدا يا أهل بدر الشهداء. ആദിയുണ്ടോ വ്യാധിയുണ്ടോ ദുഃഖമുണ്ടോ വിഷമമുണ്ടോ വിളിച്ചോ ബദർ ശുഹദാക്കളെ എന്ന് ബദരീങ്ങളോട് തേടുമ്പോ ആരാ ബദരീങ്ങളെന്ന് മറന്നുപോയോ? എന്താണ് ബദറിന്റെ നൊമ്പരങ്ങളെന്ന് മറന്നുപോയോ? ആയുധ സാമഗ്രികളില്ലാതെ ഈമാൻ കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ അവിടെ പടർന്നു പന്തലിച്ചൊരു ആദർശമുണ്ട്. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. കഴിക്കാൻ ഭക്ഷണമില്ല, ഈത്തപ്പഴത്തിന്റെ മധുരം വായിൽ വെച്ച് നുകർന്ന പട്ടിണിക്കോലങ്ങളാണ് എങ്കിൽ പ്രിയമുള്ളവരെ, 300 ചില്ലാനം വരുന്ന സഹാബ 304 ആണ്, 306 ആണ്, 313 ആണ്, 314 ആണ്, 319. അഭിപ്രായ വ്യത്യാസങ്ങൾ അനവധി നിരവധി കാണുന്നുണ്ടെങ്കിലോ 300 ചില്ലാനം വരുന്ന സഹാബ ഒന്നുമില്ലാതെ റബ്ബിന്റെ മാർഗത്തിലൂടെ ഇറങ്ങിച്ചിരിക്കുമ്പോ പ്രിയമുള്ളവരെ, എന്തിനാണ് ബദർ നടന്നതെന്നറിയാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലോ, ഇത് നിർഭയത്വത്തോടുകൂടി സകലമായ സഹാബത്തിനെയും അല്ലാഹു ഉറക്കിക്കിടച്ചുമ്പോ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ആരാ? ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാ. എന്തിനാ സഹാബത്തിനെ ഉറക്കിക്കിടത്തിയത് എന്നറിയോ? എങ്ങനെയാ 3 വരുന്ന ശത്രുസേനയോട്, സുസജ്ജരായ സൈന്യത്തിനോട്, ഭക്ഷണം കഴിച്ച് ആരോഗ്യവാന്മാരായി നിൽക്കുന്ന സൈന്യത്തോട് എങ്ങനെയായി പട്ടിണിക്കോലങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാ? അത് 3 വരുന്ന സേനയാണ് മുന്നിലുള്ളത് എങ്കിൽ അതിന്റെ ചിന്ത പോലും അവരുടെ മനസ്സുകളിലൂടെ കടന്നു വരാതെ അല്ലാഹു അവരെ ഉറക്കിക്കിടത്തിയുന്ന. പക്ഷേ പ്രിയമുള്ളവരോ, ബദറിന്റെ രണഭൂമിയിൽ മുത്തനബി ഉറങ്ങണില്ല. ബദർ എന്തിനാണ് നടന്നതെന്ന് പഠിക്കാ, ബദർ
ബൈത്തും ബദർമാലയും ബദർ മൗലിദുമായി നടക്കുന്നവര് പഠിക്കണേ ബദരീങ്ങളാരാണിയൊന്ന്. കക്ഷത്തിന്റെ വെള്ളകീറമാണ്, ഇരുകരങ്ങളും ആകാശഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് കരങ്ങിക്കരഞ്ഞ കണ്ണോടോട് അല്ലാഹുവിന്റെ ഹബീബ് ചെയ്ത ദുആ എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ. പ്രിയമുള്ളവരെ, നെഞ്ചിന്റെ നേരെ കൈപിടിക്കുന്നവര്, ഉയർത്തിപ്പിടിക്കുന്നവര്, അന്ന് അല്ലാഹുവിന്റെ ഹബീബ് പിടിച്ചത് എങ്ങനെയാണെന്നറിയോ? കക്ഷത്തിന്റെ വെള്ളം ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. രണ്ട് കൈയും അല്ലാഹുവിലേക്ക് ഉയർത്തിപ്പിടിച്ച് പറയുന്നത് അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ. അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭാര്യമാരെ വിധവകളാകുമോ, മക്കളെ യതീമുകളാകുമോ, കൊച്ചു മദീനയുടെ ഭരണം നഷ്ടപ്പെടുമോ എന്ന് പേടിയല്ല. ലം തുഅബദ അബദാ. നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാഹ്, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാഹ്. പ്രിയമുള്ളവരെ, അതിനാണ് ബദർ നടന്നതെങ്കിലോ എന്തിനാ ബദരീങ്ങൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ മക്കളെ യതീമുകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ കുടിലുകൾ അന്യായമാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ജീവൻ പോലും അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ കൊടുത്തത്? എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തിനാണെങ്കിലോ ആ ബദരീങ്ങളോട് ഹൃദയത്തിന്റെ കോണിലൂടെ സ്നേഹമുണ്ടോ എങ്കിൽ ആ ബദരീങ്ങളോട് തേടാനില്ല. അവര് പറഞ്ഞ അല്ലാഹ് ജീവൻ കൊടുത്തതിന് യുദ്ധത്തില് ആദ്യമായി ഷഹീദായ ഉബൈദ കണങ്കാലിനെ വിട്ടുകൊണ്ട് താഴെ വീഴുമ്പോ നിലത്ത് കിടക്കുന്ന ഉബൈദത്തിന്റെ നേരെ വീണ്ടും ശത്രുവാള് കൊണ്ടാഞ്ഞു വെക്കുമ്പോ കൈക്ക് വെട്ടേറ്റുകൊണ്ട് രക്തം ബദറിന്റെ രണഭൂമിയിലൂടെ തളന്നെല്ലുമ്പോ വാരിയെടുത്ത റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലൂടെ കൊണ്ടുവന്ന് കിടച്ചുമ്പോ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞില്ല നബിയേ, ബദർ യുദ്ധ കളം വീട്ട് പിരിന്തോ ഞാനേ, ബദർ ശുഹദാക്കളിൽ ഞാനോ പെടുമോ തേനേ. അങ്ങവിടെ ബദറിന്റെ രണഭൂമിയിലൂടെ ഷഹീദാവാന് മോഹിച്ചവനാണ് ഞാനെങ്കിലോ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ മരിച്ച ബദർ ശുഹദാക്കളിൽ പെടുമോ നബിയേ? പാതിരാവിലും പാതി വിരിയുന്ന പാരിജാതങ്ങള്, അതിനേക്കാൾ സുന്ദരമായ പുഞ്ചിരി ലോകത്തുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ മുത്തിൻ്റെതാ സല്ലല്ലാഹു അലൈഹി വസല്ലമയെങ്കില് ആ റസൂലുള്ളാഹിന്റെ മുഖമെന്ന് പാടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണ് നിറയുകയാണ്. കൊഞ്ചം ബദർ പൂച്ചുണ്ടനക്കിയും ബദർ ശുഹദാക്കളിൽ നീയോ പെടുമേ തേനേ. എവിടെ കിടന്ന് മരിച്ചാലും നീ ഷഹീദാണ് ഉബൈദ. എന്തിനാ ശുഹദാക്കൾ അവരുടെ കയ്യും കാലം കൊടുത്തത്? എന്തിനാ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ബദരീങ്ങൾ തേടിയത് ആരോടാണെന്നറിയോ? അവരിസ്തിആസ ചെയ്തത് ആരോടാണെന്നറിയോ? 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ആയത്ത്, ഇത് തസ്തഈസൂന റബ്ബക്കും, അവരുടെ രക്ഷിതാവായ അല്ലാഹ്, അണ്ഡഘടാഹങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹ്, ബ്രഹ്മാണ്ഡങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹ്, സകല ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, അവനെന്തിനും കഴിവുള്ള ഖദീറ, എല്ലാം കാണാൻ കഴിവുള്ള ബസീറ, എല്ലാം കേൾക്കാൻ കഴിവുള്ള സമീഅ, തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാഹ്, നമ്മുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന റബ്ബാണെങ്കിൽ ആ റബ്ബിലേക്ക് തിരിച്ചോ നമ്മളുടെ കരങ്ങളെ. അതിന് നമ്മൾ തയ്യാറാവാം. മുത്തനബിയോട് തേടുന്നവരെ ഹബീബിന്റെ ത്യാഗത്തിന് ഒറ്റായത്ത് പഠിച്ചാൽ മതി. സൂറത്തുൽ ജിന്നിലെ 20-ാമത്തെ ആയത്തുണ്ട്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുന്ന റസൂലേ, അവരോട് പറഞ്ഞു കൊടുക്ക. അതിനാ ബദറിന്റെ രണഭൂമിയിൽ ത്യാഗം അനുഭവിച്ച്, അതിനാ മക്കയുടെ മണൽ തട്ടുന്നത് മാപ്പിളപ്പാട്ടിന്റെ സാഹിത്യത്തിന് എഴുതിയതാണെങ്കിൽ കരിമ്പാറ നിബിഡമാണ് മക്ക, കരിമ്പാറ നിബിഡമാണ്. അവിടെ ആ റസൂലുള്ളാഹിനെ ചവിട്ടി പതിച്ചത്, അവിടെ ആ പ്രവാചകനെ കാർക്കിച്ചു തുപ്പിയത്,
ഫത്ഹായിന്റെ മലഞ്ചെരുവുകള്, ഉമയ്യത്തിന്റെ കിങ്കരന്മാര് ചുട്ടുപൊള്ളുന്ന ആ പാറക്കെട്ടുകൾക്കിടയില് കമീസിന്റെ മറയില്ലാതെ മലർത്തിക്കിടത്തി നെഞ്ചിന്റെ മേലെ കരമേറിയ പാറക്കല്ല് വെച്ച ബിലാലിനെ വലിക്കുമ്പോ എനിക്ക് ദാഹമുണ്ടെന്ന് പറയുമ്പോ കാർക്കിച്ചു തുപ്പിയ കപത്തിന്റെ തുള്ളികളെ കൊണ്ട് പരിഹസിക്കപ്പെടേണ്ടി വരുമ്പോ ആകാശഗോപുരങ്ങളിലേക്ക് വരൽ ചൂണ്ടി അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് ബിലാൽ പറഞ്ഞത് ആ പാറക്കൂട്ടത്തിനിടയിലായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ത്യാഗം ഇരുട്ടിന്റെ മറവില് പിറന്നു വീണ മണ്ണിൽ നാട്ടി ഓടിക്കുമ്പോ കവാലയത്തിന്റെ മണ്ണിൽ കണ്ണീരോടെ യാത്ര പറയുമ്പോ മക്കയോട് യാത്ര പറയുമ്പോ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കിയത് പിച്ചവെച്ച് നടന്ന മക്കയുടെ മാറിടത്തോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, പിറന്നു വീണ മക്കയുടെ മടിത്തട്ടിനോട് ഹൃദയം പറിച്ചെടുത്ത വേദനയോടെ യാത്ര പറയുമ്പോ അന്ന് പറഞ്ഞില്ല ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്ക, അങ്ങ് തിരിച്ചു വരും ഈ ഒരു മണ്ണിലേക്ക്. ഉമ്മാന്റെ നാട്ടുകാരെന്ന് കരുതിയ ആ ഗോത്രക്കാര് താമസിക്കുന്ന ത്വായിഫുകാര് കല്ലെടുത്തെറിഞ്ഞപ്പോ, കൂക്ക് വിളിച്ചപ്പോ, രക്തം വാങ്ങി താഴെ വീണപ്പോ, ഒരു തുള്ളി ദാഹജലം തന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്തിന്റെ പേരില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബുത്ത നബിയോട് ഇഷ്ടമുണ്ടോ? അബുത്ത നബിയോട് സ്നേഹമുണ്ടോ? എങ്കിൽ നബിയോട് തേടാനല്ല, റസൂല് പറഞ്ഞ അല്ലാഹ്, റസൂല് പറഞ്ഞ അല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, പഠിക്കുക. പല ആരോപണങ്ങളുണ്ടാവും. ദിക്റില്ല, സ്വലാത്തില്ല, പ്രാർത്ഥന ഇല്ലാത്തൊരു മൂമെന്റ് വിശ്വാസിയുടെ ജീവിതത്തിലില്ല. യഥാർത്ഥ പ്രാർത്ഥന അറിയുന്നവർ മുജാഹിദിന്റെ മക്കളെ, ഞങ്ങളുടെ മദ്രസയിലെ 4ാം ക്ലാസ്സിലെ മക്കളോട് ചോദിക്കുക, മോനെ വാപ്പ ഗൾഫ് പോകുമ്പോ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? ആ കുട്ടി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ നിങ്ങളോട് കുറ്റം പറയാനില്ല. സമസ്ത മദ്രസ പഠിക്കണം 4ാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദിക്കും, മോനെ വാപ്പ പോകുമ്പോ എങ്ങനെ ഗൾഫിൽ പോകുമ്പോ എങ്ങനെ ദുആ ചെയ്യുക? അവൻ പറയും പള്ളിയിൽ ഉസ്താദിനെ വിളിച്ചുകൊണ്ടിരാം. നമ്മളതിലെ മാറ്റങ്ങളുണ്ട് പ്രിയമുള്ളവരെ. വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരിച്ചോടത്ത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, ഖബറിന്റെ അവിടെ എങ്ങനെ ദുആ ചെയ്യണമെന്ന്, യാത്ര പോകുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, ജീവിതത്തിന്റെ ഓരോ മൂമെന്റിലെ ദുആകളും ഇസ്ലാമിലുണ്ട്. കച്ചവടങ്ങളെ ഇല്ലാത്തുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരുപാട് ദിക്റുകൾ ചൊല്ലാനുണ്ട്. ഹാ ഹൂ ഹി ഹയ്യ ഹി ഹം ലാല തുടങ്ങിയ ദിക്റുകൾ, മാജിക്കൽ ദിക്റുകളും നമുക്ക് വേണ്ട, ഉള്ളത് ധാരാളമുണ്ട്. പഠിക്കുക, പഠനവിധേയമാക്കുക, പരലോകത്തിന് ഓർക്കുക, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുക. തറയിട്ടാലിലെ ജനങ്ങളോടാണ്, വേങ്ങരയിലെ ജനങ്ങളോടാണ്, ഈ മണ്ണിന്റെ ജനങ്ങളോടാണ്. ഇതാരെയും മോശക്കാരാക്കി പറയാനല്ല, ആരെയും മികച്ച് സംസാരിക്കാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. നിങ്ങൾക്ക് പഠനവിധേയമാക്കാം. അല്ലാഹുവിന്റെ വഹദാനിയത്ത് ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ എന്ന മനുഷ്യന്റെ കഴിവിന്റെ പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു എന്ന് മാത്രമാണ്. അതുകൊണ്ട് ഒരു കാര്യം അടിവരയിട്ട് നിങ്ങളോട് പറയാൻ, അല്ലാഹു സാക്ഷിയാണ്, അല്ലാഹു സാക്ഷിയാണ്. അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്. അല്ലാഹുവേ നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ. നിന്റെ തൗഹീദിന്റെ ശബ്ദമില്ല, നിന്റെ പ്രമാണത്തിന്റെ ശബ്ദമില്ല. എന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച ഇവിടുത്തെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ പരിഫലമായി പരിമിതമായ സമയത്തിനുള്ളിൽ നിന്ന് അല്ലാഹുവേ എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, എത്തിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബേ. ഇനി നാട്ടുകാരെ നിങ്ങളുടെ ഊഴമാണ്, നിങ്ങളുടെ ഊഴമാണ്, നിങ്ങളുടെ ഊഴമാണ്. ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലേ നിങ്ങൾക്ക് തള്ളിക്കളയാ. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. മതത്തിൽ ബലാത്കാരമില്ല, സത്യമില്ല, അസത്യമില്ല. അവനവന്റെ ഖബറാണെന്ന് കരുതി ചിന്തിക്കണേ. ഈ ശബ്ദം ശ്രമിക്കുന്നവരിൽ ഉസ്താദുമാർ ഉണ്ടെങ്കിൽ ഹൃദയം തെറ്റി നിങ്ങളോട് പറയാ, അല്ലാഹുവിന്റെ ദീന മൂടി വെച്ചിട്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അവരുടെ വയറുകളിൽ അവർ തീയല്ലാതെ നടക്കുന്നില്ല. അല്ലാഹു നാളെ സംസാരിക്കില്ല, അല്ലാഹു നാളെ സംസ്കരിക്കില്ല. അല്ലാഹു കാരുണ്യത്തിന് നോട്ടം തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് പണ്ഡിതന്മാരെ ഹൃദയത്തിന്റെ സ്നേഹം കൊണ്ട്, അടക്കവയ്യാത്ത മഹബത്ത് കൊണ്ട് പറഞ്ഞു കൊടുക്കണേ ജനങ്ങളോട്. അല്ലാഹുവിന്റെ ഖുർആൻ, പ്രവാചകന്റെ ഹദീസുകള് ജനങ്ങളെ പഠന വിധേയമാക്കണേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്
പറയാൻ കഴിയില്ല. നാളെ അള്ളാന്റെ കോടതിയിലെത്തുമ്പോ ഇവർ ഞങ്ങളുടെ അടുത്തുണ്ടായിട്ട് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല എന്ന് വിരൽ ചൂണ്ടാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങളുടെ റബ്ബ് സാക്ഷിയാണ്. ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ നിർവഹണമാണ്, മുത്തുനബിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ നാളെ പരലോകത്ത് നിന്റെ സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് ചേരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ, വിശേഷ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉലമാക്കൾ, ഉസ്താദുമാർ, അല്ലാഹുവേ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അല്ലാഹ്. എല്ലാം അറിയുന്ന റബ്ബേ ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, ഇതുവരെയുള്ള എന്റെ സംസാരത്തിൽ ആരുടെയെങ്കിലും മനസ്സിന് വേദനിക്കുമാറ് പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഒരു വാക്ക് എന്നിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് മാറ്റിവെക്കാതെ നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. പക്ഷെ ആദർശപരമായി പറഞ്ഞത് മനഃപൂർവ്വം പറഞ്ഞതാണ്, ബോധപൂർവം പറഞ്ഞതാണ്. പഠനവിധേയമാക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണേ എന്ന ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.